ഹോളി സ്പിരിറ്റിനെ പറ്റി അല്ലേ? ബൈബിളിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദൈവമകനെ ഏറ്റവും ഉന്മേഷഭരിതനാക്കുന്ന ഒരു വിഷയമാണ്. മുമ്പേ കേട്ട ആ നിരാശയൊക്കെ അങ്ങ് മാറും. എൻ്റെ പെങ്ങളും ഞാനൂടാണ് ആദ്യം ഈ ക്രിസ്ത്യൻ ഒരു ചർച്ചിലേക്ക് പോരുന്നത്. അപ്പോൾ അവൾ പെട്ടെന്ന് അഭിഷേകം പ്രാപിച്ചു. ഇപ്പോൾ കേട്ടുകൊണ്ടിരിപ്പുണ്ടാവും നാട്ടിൽ ചേച്ചി. എനിക്കിത് കിട്ടിയില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഇത് ഈ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താ ഒരു ഫീലിംഗ് എന്താണെന്ന് ചോദിച്ചു. എടാ, ഈ ആത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് എരിക്കുമെന്നല്ല, എരിവ് നാവേ വരത്തില്ല ഒരു. അപ്പം അത് കുറ്റമല്ല, അവൾക്കതൊക്കെ പറയാൻ പറ്റുമോ? അതൊക്കെ ഒരു സത്യമല്ലേ? അതും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഒന്ന് ചിന്തിച്ചു പോകാം. ആട്ടെ, ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ബേത്ലഹേം. ശരിക്കും എങ്ങനെ ബേത്ലഹേം പറയണ്ടേ? ബെയ്ത്ത് ലഖീം എന്നാണ് പറയേണ്ടത്. ബെയ്ത്ത് ലഖീം. ബെയ്ത്താണ്, ബെയ്ത്ത് ഏലാണ്. ബഥേൽ എന്ന് ഇംഗ്ലീഷ് വൽക്കരിച്ചാണ്. നമ്മുടെ ജൂതന്മാരോട് ചേർന്ന് നിൽക്കുന്ന നമ്മൾ മലയാളികളാണ്, സായിപ്പല്ല. യേശു വിളിച്ചത് യുഹാന എന്ന യോഹന്നാനെ വിളിച്ചത്. നമ്മളെങ്ങനെ വിളിക്കും? ജോൺ. ഒരു ബന്ധമില്ല. അപ്പം മലയാളമാണ് കുറേ കൂടെ അവരോടൊക്കെ നീതി പുലർത്തിയത്. നമുക്ക് ആ കൾച്ചർ ഭയങ്കര അടുപ്പം വരാൻ കാരണം എന്താ? സോളമൻ ദ ഗ്രേറ്റിൻ്റെ കാലം മുതൽ നമ്മളായിട്ട് നല്ല ബന്ധമായിരുന്നു. അവർക്ക് നല്ല അടുപ്പം ഉണ്ടായിരുന്നു കേരളമായിട്ട്. അപ്പോൾ അത് വിട്ടേക്കാം. ഒക്കെ വരേണ്ടത് ഈ ബേത്ലഹേമിൽ ക്രിസ്തു ജനിച്ചു എന്നത് ഏറ്റവും വലിയൊരു ചരിത്ര സംഭവമാണ്. വലിയൊരു സംഭവം. ഈ കർത്തൃനാശയ്ക്ക് നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമാണ് ഐസയ ചാപ്റ്റർ 53 അല്ലേ? എത്ര ഹൃദയഹാരിയാണതല്ലേ? ക്രൂസിഫിക്ഷനെ പറ്റി ഇത്രയും അഡ്വാൻസ്ഡായിട്ട് പറഞ്ഞൊരു കാര്യം. ഞങ്ങളുടെ ഒരു എത്തിസ്റ്റുകളായിട്ടുള്ളൊരു ചർച്ചയിൽ ഒരു പയ്യനുണ്ടായിരുന്നു. അപ്പം ഇവനിതിനെല്ലാം എതിർത്തപ്പോൾ ഞാനൊരു ക്രിസ്തു ജനിക്കുന്നതിൻ്റെ 100-700 കൊല്ലം മുമ്പുള്ളൊരു ഭാഗം വായിച്ച് കേൾപ്പിക്കുക. ഇതാരെ പറ്റിയാണെന്ന് നിങ്ങൾ പറയണം. ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പൊന്നും ആദ്യം പറഞ്ഞില്ല. ഇതാരെ പറ്റിയാണ്? ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു. യഹോവയുടെ പൂജമാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തുനിന്ന് വേർമുളയ്ക്കുന്ന പോലെ അവൻ്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാലാഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ അടിക്കപ്പെട്ടും നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ച് കളയത്തക്കവണ്ണം നിന്ദിതനായിരുന്നു. അങ്ങനെ അതെല്ലാം കുറേ ഇങ്ങനെ വായിച്ച് കേൾപ്പിച്ചിട്ട് ചോദിച്ചു, ഇതാരെ പറ്റിയാണ്? അത് ജീസസിനെ പറ്റിയാണ്. സമ്മതിച്ചു. പക്ഷെ ജീസസ് ജനിക്കുന്നതിൻ്റെ 700 കൊല്ലം മുമ്പാ മക്കളെ ഇത് എഴുതിയേ. എന്തു പറയാനുണ്ട്? അതാ പ്രോഫസി ബൈബിളിലെ. ആ പ്രോഫസിയുടെ ഫുൾഫിൽമെൻ്റാണ് ബേത്ലഹേമിലെ സംഭവം. ബേത്ലഹേമിലെ സംഭവം എന്താ? ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്. ദൈവം ജഡത്തിൽ വന്നു. മുസ്ലിം സഹോദരന്മാർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ദൈവം മനുഷ്യനാകുമോ? ഉത്തരം ഈസിയാണ്. നമ്മുടെ ദൈവം സർവശക്തനായതുകൊണ്ട് മനുഷ്യനാണ് എന്താ പാട്? അല്ലേ? ദൈവത്തിന് എന്താ റെസ്ട്രിക്ഷൻ? ദൈവം നിരൂപിച്ച അമീബയാകാൻ പറ്റൂലേ? ഇനി ഇത്രയും മാത്രം എടുത്തിട്ട് കൊടുത്തോട്ടം പറഞ്ഞു ദൈവം അമീബയാകുമെന്ന് പറഞ്ഞു. അപ്പം ദൈവം നിരൂപിച്ചാൽ അമീബയാകാമെന്ന് എന്താ പ്രശ്നം? ആവശ്യമില്ലാത്തതുകൊണ്ടാ. PhD ഹോൾഡറായ ഒരു പ്രൊഫസർക്ക് താഴോട്ടിറങ്ങാമെന്ന് നഴ്സറി പഠിപ്പിക്കാൻ കുട്ടിയെ. താഴെ നിൽക്കുന്ന നമുക്ക് മുകളിലോട്ട് പോകാനാ റെസ്ട്രിക്ഷൻ. മനുഷ്യന് ദൈവമാകാൻ പറ്റില്ല, ദൈവത്തിന് മനുഷ്യനാകാൻ പറ്റും. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ദൈവം ജഡത്തിൽ വന്നു, നമ്മുടെ ഇടയിൽ പാർത്തു. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഈ സംഭവമാണ് ബേത്ലഹേം. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ ഇതിന് സിമിലറായിട്ടുള്ളൊരു സംഭവത്തെ കാണാറില്ല. ആ സംഭവമാണ് ആക്ട്സ് ചാപ്റ്റർ 2 പറയുന്ന ഹോളി സ്പിരിറ്റ് നമ്മുടെ ജഡത്തിൽ വരുന്നത്. ദൈവപുത്രൻ ജഡത്തിൽ വന്നതാണ് ബേത്ലഹേമിലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജഡങ്ങളിൽ പ്രവേശിച്ചതാണ് അപ്പോസ്തല പ്രവൃത്തി 2. അത് മാർക്കോസിൻ്റെ എന്ന് കരുതുന്ന ഒരു മാളിക മുറി. 120 പേരെന്നൊക്കെ തീർത്ത് പറയാൻ പറ്റില്ല. അത് മുമ്പത്തെ തിരഞ്ഞെടുപ്പിനാണ് ആ 120 പേരുടെ കാര്യമൊക്കെ പറഞ്ഞത്. അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ പ്രതിനിധികളുടെ എണ്ണം കറക്റ്റ് ആയിരിക്കണം. അതാ കണക്കുണ്ട്. ഇപ്പുറത്ത് ആ സംഘത്തിൻ്റെ കൂടെ 120 ആകാം, 120 കുറയാം. 3 ഗാദറിങ് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥന കഴിച്ചു പോരുന്ന ആ സമൂഹം. ഇവിടെ ഒരു കാര്യം
നമ്മുടെ ചിന്തയായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടത് 7 ഉത്സവങ്ങൾ ഇസ്രായേലൈറ്റ്സിനുണ്ട്. 7 ഉത്സവങ്ങൾ, പ്രധാനപ്പെട്ട 7 ഫീസ്റ്റ് ഉണ്ട്. ഏതൊക്കെയാണ്? പെസഹ, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, ആദ്യഫല പെരുന്നാൾ, പെന്തക്കോസ്ത് പെരുന്നാൾ, മഹാകാഹള പെരുന്നാൾ, പാപപരിഹാര പെരുന്നാൾ, കൂടാര പെരുന്നാൾ. ഇവ 7 പെരുന്നാളാണെങ്കിലും 3ആയിട്ടാണ് അതിൻ്റെ ആ സംഭവം ആചരിക്കുന്നത്. കാരണം ആദ്യം പറഞ്ഞ പെരുന്നാളുകളും അവസാനം പറഞ്ഞ 3 ഉണ്ടല്ലോ, അവ രണ്ടും തൊട്ടടുത്തടുത്ത ദിവസങ്ങളിലാണ്. നമ്മുടെ നാട്ടിൽ ഓണം പോലെ 1-ാം ഓണം, 2-ാം ഓണം, 3-ാം ഓണം എന്നൊക്കെ പറയുന്ന പോലെയാണ്. പെസഹ കഴിയുന്നു, പിറ്റേന്ന് ആദ്യഫലക്കറ്റയുടെ പെരുന്നാൾ പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ പെരുന്നാൾ വരുന്നു, അതിൻ്റെ അടുത്ത ദിവസം ആദ്യഫലക്കറ്റയുടെ പെരുന്നാൾ. ഇവ 3ഉം ചേർത്ത് പറയും പെസഹ. അപ്പോൾ ഒരുവൻ പെസഹയ്ക്ക് പോകുമെന്ന് പറഞ്ഞാൽ ഇതിന് 3നും ആകാം, ഇതിലേതെങ്കിലും ഒന്നിനാകാം. ചുരുക്കത്തിൽ ഇതിനെ പറയുന്ന പാക്കേജിനെ മൊത്തം പറയുന്ന പേരാണ് പെസഹ. അവിടെ നിന്ന് പെസഹ തീർന്ന് ഒരു 50 ദിവസം കൂടി കഴിയുമ്പോഴാണ് ഡേ ഓഫ് പെന്തക്കോസ്റ്റ്. പിന്നെ 7-ാം മാസത്തിലേക്ക് കിടക്കുമ്പോഴാണ് ഇനി നമ്മൾ കാണുന്ന കാഹളപ്പെരുന്നാളും മഹാപാപ പരിഹാരപ്പെരുന്നാളും കൂടാരപ്പെരുന്നാളും. അത് 3 ഒരുമിച്ചാണ് വരുന്നത്. അപ്പോൾ 3 പെരുന്നാൾ ഒരുമിച്ച് വരും, ലാസ്റ്റ് 3 ആദ്യം ഒരുമിച്ച് വരും, ഇടയ്ക്ക് പെന്തക്കോസ്ത്. അപ്പോൾ പെന്തക്കോസ്തും പെസഹയും തമ്മിലുള്ള അകലം 50 ദിവസമാണ്. അതുകൊണ്ടാണ് ആ പേര് വരുന്നത്. പെൻറ്റ 5 എന്ന പെൻറ്റായുടെ അർത്ഥം. പെൻറ്റാക്കോസ്റ്റ് 50 days, 15th ഡേ എന്നാണ് അർത്ഥം, 50-ാം ദിവസം. അപ്പോൾ നമ്മൾ ആദ്യം ഗ്രഹിക്കേണ്ടത്, ഈ ജൂതന്മാർ പല ഘട്ടങ്ങളിൽ ആ സ്ഥലം വിട്ട് അതിൻ്റെ പുറത്തൊക്കെ പോയിട്ടുണ്ട്, ജോലിക്കും മറ്റു കാര്യത്തിനുമൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അവരടിമകളായി വർഷങ്ങൾ ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഏതൊരു ജൂതനും ആഗ്രഹിക്കുന്നത് ഈ നിശ്ചിത സമയം വരുമ്പോൾ ഈ ഉത്സവത്തിന് കഴിവതും കൂടണം. നമ്മൾ കുമ്പനാടും മുളക്കൊടിയൊക്കെ കൺവെൻഷന് കൂടണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ ഇതിനകത്തൊന്ന് കൂടണം. അതിനൊരു വൈകാരികതയുടെ ഭാവമുണ്ട്. ഇനി എന്ത് പറഞ്ഞാലും നമുക്ക് അതിലേക്കൊന്ന് കൂടണം, ഈ ഒരു ചിന്ത വരും. ഇപ്പം ഈ പെസഹയ്ക്ക് വരുന്ന ജൂതന്മാർ പിന്നെ 50 ദിവസം കൂടെ ഉള്ളല്ലോ, പിന്നെ ഒന്ന് വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ബന്ധുക്കളുടെ വീട്ടിൽ അവിടെ തന്നെ കഴിയും. നമുക്കത് ചിന്തിച്ചിട്ട് തന്നെ പേടി വരുന്നു, 50 ദിവസമൊക്കെ. പക്ഷെ അവർക്കൊരു പ്രത്യേകത, ഇവർ നമ്മുടെ വീട്ടിലേക്ക് ഇവർ വരട്ടെ എന്ന് കരുതി അവിടെ ചിതറി നിൽക്കുന്ന ജൂതനെ ഒക്കെ വിളിക്കും, നമ്മുടെ അങ്ങോട്ട് വാ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വരുന്നത്. കാരണം ഈ വന്നയാൾ ഒരു ദൂതനല്ലെന്ന് ആര് കണ്ടു? അബ്രഹാമിന് കിട്ടിയ പോലെ ഒരു ഭാഗ്യമാണോ അല്ലയോ എന്നറിയില്ല, കൊണ്ട് വാ. ഇവരുടെ കയ്യിലും പണമൊക്കെ ഉണ്ടാവും, ഒന്നിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിയുകയാണ്. വിശേഷിച്ചും അതൊരു സാഹോദര്യത്തിൻ്റെ വലിയൊരു രീതിയാണ്. നമ്മളെക്കാൾ അവരുടെ ഇഴയെടുപ്പം വലുതാണ്. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇന്നും വന്നു അവരെ. നമുക്കിവിടെയുള്ള ജൂതന്മാരെയൊക്കെ അറിയാമല്ലോ, അവരെ കൾച്ചർ പഠിക്കണം. മാത്രമല്ല എല്ലാ ഭക്ഷണം അവർക്ക് കഴിക്കാൻ വയ്യ, കോഷർ. അതുകൊണ്ടാണ് കോഷറും ഹലാലുമാണ് ആദ്യം വിതരണം ചെയ്യുന്നത്. കോഷർ എന്ന് പറഞ്ഞാൽ അവരുടെ മാത്രം ഫുഡാണ്. ഇതിനെ അനുകരിച്ചാണ് ഈ ഹലാൽ എന്നുള്ള ഫുഡ് ഇസ്ലാമിക സഹോദരന്മാർ കൊണ്ടുവരുന്നത്. ഫ്ലൈറ്റിലൊക്കെ പോയാൽ നമ്മൾ ഇവർക്ക് ആദ്യം കൊടുക്കേണ്ടതിൻ്റെ ഒരു കാരണം അതാണ്. അത് അറുക്കണം, ആ മാംസം അറുത്തതൊക്കെ അരിക്കണം നിർബന്ധമുണ്ട്. ഇനിവേ ഈ ഇവരൊന്നിച്ചുകൂടി ഈ 50 days അവിടെ ചിലവഴിക്കുക. അപ്പോൾ ഇടയ്ക്ക് വരുന്ന ദിവസങ്ങൾ പ്രാർത്ഥന, പിന്നെ ഇതിൽ ആഘോഷത്തിന് വഴി മാറുമ്പോൾ വെറുതെ സംഭാഷണത്തിനും അതിൻ്റെ അനാത്മീയമായ ഒത്തിരി പ്രവണതകൾ അവർക്കിടെ വരാം. മനുഷ്യരല്ലേ എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ട് എൻ്റെ വാല്യൂസ് നഷ്ടപ്പെടുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിന് നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ ഇവിടെ കാത്തിരിക്കണം. ഇത് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം പറയുകയാണ്. ചുരുക്കി പറഞ്ഞാൽ കാത്തിരുന്നത് 10 days ആണ്. 40 + 10 50-ാം ദിവസത്തിലേക്ക് എത്തി. അപ്പോഴാണ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാർക്കോസിൻ്റെ എന്ന് കരുതുന്ന മാളികമുറിയിൽ, അതിപ്പോൾ അതിന് തന്നെയാണ് സാധ്യത ഏറെ, അവിടെയാണ് കൂടാൻ പറ്റിയ സ്ഥലം. അപ്പോൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ഒരു ശബ്ദമുണ്ടായി. അഗ്നിയാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവ ഓരോരുത്തരുടെ മീതെ പതിഞ്ഞു. ആത്മാവ് അവർക്ക് ഉച്ചരിക്കാൻ നൽകിയതുപോലെ, മോനെ ആക്ട് 2 ഒക്കെ ഒന്ന് കാണിച്ചു, ആ ചാപ്റ്റർ 2 വേഴ്സ് 1 മുതലൊക്കെ ഒന്ന് കാണിച്ചു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഇതാണ് കാര്യം. ഇതെല്ലാവരും അംഗീകരിക്കുന്നു.
ഇവിടെ റൈസ് ചെയ്യുന്ന 2-3 ക്വസ്റ്റ്യൻസ്. ഒന്ന്, അത് കേട്ടിട്ട് ഏതാണ്ട് 18 ദേശീയതയുടെ ആളുകൾ അവിടെയുണ്ട്. പാർത്യർ, എലാമ്യർ, മെസപ്പൊട്ടേമ്യർ, അറബികൾ, ക്രേത്യർ, ഇവരെല്ലാം വരുന്നു. വന്നിട്ട് ചോദിക്കുന്നു, നമ്മുടെ ഭാഷകളിൽ ഇവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ സംസാരിക്കുന്നു. ഇന്ന് നമ്മളിത് പറഞ്ഞിട്ട് ആർക്കും മനസ്സിലാവുന്നില്ല. അന്നവർക്ക് മനസ്സിലായി. ഈ ചോദ്യമാണ് പല ആളുകളും ഉന്നയിക്കുന്നൊരു ചോദ്യം. ഈ ചോദ്യം ഉന്നയിക്കുന്ന ആൾ പിന്നെ അന്യഭാഷ പറയുന്നുണ്ട്. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അന്ന് എല്ലാവർക്കും മനസ്സിലായി, ഇന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. എന്നിട്ടിത് പറയുന്നുമുണ്ട്. അപ്പോൾ ഈ ചോദ്യം ഉരുത്തിരിയുന്നു. ഒരു കാര്യം പഠിക്കണ്ടേ, എല്ലാവർക്കും ഒന്നും മനസ്സിലായില്ല. മനസ്സിലാകാത്തവർ ചോദിച്ചു, പറഞ്ഞു, നിങ്ങൾ വീഞ്ഞു കുടിച്ചിരിക്കുന്നു. ശരിയല്ലേ? മനസ്സിലായവർ പറഞ്ഞു ദൈവത്തിൻ്റെ വൻകാര്യം. ഇത് 2 കാര്യമുണ്ട്. അത് മനസ്സിലാക്കാതെ ചുമ്മാ പോരുത്. ചിലർക്ക് മനസ്സിലായി, ചിലർക്ക് മനസ്സിലായില്ല. ഈ ഭാഷ മനസ്സിലാകാത്തവരെ ബൈബിൾ ഉപയോഗിക്കുന്ന പദം ബാർബേറിയൻസ്, ബെർബരൻ. മലയാളത്തിൽ അങ്ങനെയാണ് പദം. പിടികിട്ടണില്ല. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കിയോ, നമുക്ക് മനസ്സിലാകാത്ത ഭാഷകൾക്കെല്ലാം നമ്മൾ ബെർബരാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം നിങ്ങളോടായിട്ട്. ഇതൊക്കെ ലൈവ് ഉണ്ട്, ഇപ്പോൾ എന്തോ ചെയ്യുന്നൊരു പിടിയില്ല. ഞാനൊരിക്കൽ ഒരു പരിഭാഷയ്ക്ക് പോയി. പരിഭാഷപ്പെടുത്തൊന്നും പറയാൻ വേണ്ടിയല്ല. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇയാൾ സ്പാനിഷാണ്. അപ്പോൾ ഇയാൾ സ്പാനിഷിൽ പറഞ്ഞിട്ട് ഒരാൾ ഇംഗ്ലീഷിലാക്കിയിട്ട്, അവരുടെ കൂടെ തന്നെ ഉള്ള ഒരാൾ ഇംഗ്ലീഷിലാക്കിയിട്ട് നമ്മൾ മലയാളത്തിൽ പറയുമ്പോഴേക്കും എൻ്റെ ഫ്ലോ നഷ്ടപ്പെടും. അപ്പോൾ ഇത് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അടുത്ത ദിവസം ആയപ്പോഴേക്ക് ഞാൻ ഇങ്ങേരോടിരുന്ന് സംസാരിച്ച് ഇങ്ങനെ ക്രിയകളെല്ലാം കാണിച്ച് ഇദ്ദേഹം പറഞ്ഞ അറ്റവും മുറിയൊക്കെ എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. ഞാൻ ഇവരോട് പറഞ്ഞു, ഇന്ന് ഇംഗ്ലീഷുകാരനെ വേണ്ട, ഇതെടുത്ത് പറയാം, ഞാൻ ഡയറക്റ്റ് അങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്തോളാമെന്ന് പറഞ്ഞു. അതെങ്ങനെ, അതൊക്കെ പറ്റുമെന്ന് പറഞ്ഞു. ഒരു വിധത്തിൽ ഇദ്ദേഹം വായിക്കുന്ന വചനമെല്ലാം ഞാനൊന്ന് മനസ്സിലാക്കി. ഒരു പുള്ളി പ്രസംഗിക്കാൻ നിന്നു, സക്കായിയെ പറ്റി പ്രസംഗിച്ചു. ഞാനത് പരിഭാഷപ്പെടുത്തുകയും ചെയ്തു. പരിഭാഷപ്പെടുത്തിയത് അദ്ദേഹം ഈ ആക്ഷനൊക്കെ കാണിക്കുമ്പോൾ എനിക്കറിയാം സക്കായി മരത്തെ കയറുകയാണ്, ഇപ്പം തന്നെ ഇറങ്ങും. ഇറങ്ങി വരാൻ വിളിക്കുന്ന വിളിയൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഇവിടെ കിട്ടി സംഗതി, ഇപ്പം തന്നെ ഇറങ്ങും, യേശു വീട്ടിൽ പോകും. ഞാൻ പരിഭാഷപ്പെടുത്തി. അപ്പോൾ എനിക്ക് ഇപ്പോഴും അതിനകത്തൊരു കുറ്റബോധം ഇല്ല. എൻ്റെ കാരണം സ്പാനിഷുകാരൊരു ടീമാണ്, അവർ കുറേ പേരുണ്ട്, അവരും ഇരിപ്പുണ്ട്, നമ്മളെ മലയാളികൾ ഇരിപ്പുണ്ട്. ഈ ഇംഗ്ലീഷുകാരനായിട്ട് മലയാളം പിടികിട്ടത്തില്ല. അപ്പോൾ പിന്നെ എനിക്ക് വലിയ പ്രശ്നങ്ങളില്ല. അപ്പോൾ ഞാനതിൽ മനസ്സിലാക്കിയൊരു കാര്യം, സ്പാനിഷ് അറിയാവുന്നവർക്ക് അങ്ങേരുടെ വക സ്പാനിഷിലൊരു പ്രസംഗം, മലയാളം അറിയാവുന്ന നമ്മുടെ ആൾക്കാർക്ക് എൻ്റെ വക അതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത വേറൊരു പ്രസംഗം. ഇത് 2 അറിയാവുന്നവരുണ്ടെങ്കിലും കുഴപ്പമില്ല, ഒരേ സമയത്ത് 2 പ്രസംഗം. നിസ്സാര കാര്യമാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരേ സമയത്ത് 2 പ്രസംഗം കേൾക്കാവുന്ന നിസ്സാര കാര്യമാണോ? പോട്ടെ. അപ്പോൾ ഭാഷ അറിയില്ലേ നമ്മളാരാ? ബെർബരൻ. അവിടെ ഇല്ല യോഗം നടത്തി അച്ഛൻ ചോദിച്ചു, സ്പാനിഷൊക്കെ എങ്ങനെയാണ് പഠിച്ചേ? ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ അല്ലേ പഠിക്കുന്നത്. പോട്ടെ. അപ്പോഴേ ഈ ഇവരെല്ലാം കൂടി ഇരിക്കുന്നു, അവർക്ക് മനസ്സിലായി. പത്രോസ് അവരെ കണ്ണിച്ച് പ്രസംഗിക്കുന്നു, ഞങ്ങൾ വീഞ്ഞു കുടിച്ചിട്ടില്ല, ഇതൊക്കെ നമുക്കറിയാം. എന്നാൽ ഇന്ന് നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. എന്തുകൊണ്ട് ഇന്ന് ഇതുപോലൊന്നും സംഭവിക്കുന്നില്ല? ഇതുപോലെ സംഭവിക്കുന്നവർ നമ്മളൊരു പാട്ടുമൊക്കെ പാടുന്നുണ്ട്, തീ പോലെ ഇറങ്ങണേ, കാറ്റ് പോലെ അടിക്കണേ എന്നൊക്കെ നമ്മൾ പാടുന്നുണ്ട്. ഇത് നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല, അത് ആദ്യം പറയാം. പിന്നെ പാട്ടല്ലേ, പാട്ടിൻ്റെ കൂടെ നമ്മളങ്ങ് കൂടുക എന്നുള്ളതല്ല എന്തോ ചെയ്യുന്നത്, അല്ലേ? നമ്മൾ പാടുന്ന പല പാട്ടുകളും ഇങ്ങനെയാണ്. ഞാൻ എൻ്റെ സിനിമ പാട്ടിൻ്റെ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാണ് ഇപ്പോഴത്തെ പുതിയൊരു വാർത്ത. അപ്പം ഈ പാട്ട് ഇങ്ങനെ പാടുന്നവരോട് കുറ്റമൊന്നുമില്ല, കാരണം ബൈബിളിലുള്ളതല്ലേ, അവർ പാടിക്കട്ടെ, പ്രത്യാശയല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു കവിക്ക് ഇമേജറികൾ ഇതൊക്കെ ഒത്തിരി ഉപയോഗിക്കാം. ആ ബിബ്ലിക്കലാകണമെന്ന് നിർബന്ധമില്ല. അദ്ദേഹത്തിൻ്റെ ഭാവനാസമ്പന്നമായിട്ട് ഒത്തിരി കാര്യങ്ങളെ പറയാം. അത് കവിയുടെ സ്വാതന്ത്ര്യമാണ്, വിട്ടേക്കുക. പാടുന്നവർക്കും ആ സ്വാതന്ത്ര്യമുണ്ട്.
പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ, ബൈബിളിലെ സംഭവങ്ങൾ കോപ്പി ബുക്ക് ശൈലിയിൽ ആവർത്തിക്കുന്ന പതിവില്ല. ആവർത്തിക്കരുതൊന്നുമില്ല, കാണുന്നില്ല. സെയിം തിങ് ആവർത്തിക്കാറില്ല. മനസ്സിലായില്ല? നമ്മളുടെ പാട്ടുപാട് അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി. അങ്ങനെ സംഭവിച്ചു ഒരിടത്തേ ഉള്ളൂ. അല്ല, അപ്പോസ്തലന്മാർ വൈകിട്ട് ഇങ്ങനെ ആരാധിക്കുമ്പോഴെല്ലാം ചങ്ങല പൊട്ടിക്കൊണ്ടിരിക്കുകയല്ല. ഓൺലി വൺ ടൈം. കാരണം അനുഭവം റിപ്പീറ്റ് ചെയ്യപ്പെടേണ്ട ഡോക്ട്രിനല്ല. ഇതാണ് കാര്യം. അനുഭവം റിപ്പീറ്റ് ചെയ്യപ്പെടാം, അനുഭവം ഡോക്ട്രിനല്ല. അതാണ് ആദ്യം പറയാൻ പഠിക്കേണ്ടത്. അനുഭവം ഡോക്ട്രിനല്ല, ഡോക്ട്രിൻ റെക്കോർഡാണ്. അനുഭവത്തിൻ്റെ പ്രസക്തി കുറയ്ക്കുകയും ചെയ്യില്ല. കാരണം എന്താ, എൻ്റെ അപ്പൻ ആധാരത്തിൽ എഴുതി അല്ലെ വിൽപ്പത്രത്തിൽ എഴുതിയ കാര്യം മാത്രമേ ഞാൻ വിശ്വസിക്കുമെന്ന് പറയാൻ പറ്റില്ല. ദൈവം അല്ലാതെ ഇടപെടാം. നമ്മുടെ പിതാവ് ഇപ്പോഴും ഇടപെടാം, നമ്മളോട് സംസാരിക്കുക. അത് ബ്രദറൻ ചിന്തയുടെ പരാജയം അതാ. ഇപ്പോഴും ഇടപെടാം. എന്താ ദൈവം സംസാരിക്കാൻ ബുദ്ധിമുട്ട്? നീ ഇവിടെ നിന്നിടം വരെ പോകണം. നമ്മൾ ചില ആളുകൾ സാക്ഷി പറയില്ലേ, അവരെ കളിയാക്കരുത്, സംഭവിക്കാം. പക്ഷെ അത് ഡോക്ടറിനാക്കരുത്. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ചരിത്രകൃതിയാണ്, ബ്രീഫിംഗ് ആണ്. നമ്മളല്ലെങ്കിലും അല്ലാതെ ചരിത്രം പഠിക്കുന്ന BA ഹിസ്റ്ററി MA ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്ന കുട്ടികളും പഠിക്കേണ്ട ഒരു പുസ്തകമാണ് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്. ചരിത്രമെഴുത്തിൻ്റെ പൗരാണിക രൂപങ്ങൾ ദർശിക്കുമ്പോൾ സെക്കുലർ എഴുത്തുകാർ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റലൊക്കെ പരാമർശിക്കാറുണ്ട്. കാരണം ഇത് പണ്ട് കാലത്തെ ഇങ്ങനെ ചരിത്രം എഴുതിയോ എന്നുള്ള ഹിസ്റ്ററിയോഗ്രഫി എന്ന് പറഞ്ഞൊരു വിഷയം പഠിക്കുമ്പോൾ ഇത് പോയി പഠിക്കും, പഠിച്ചിട്ടുള്ളവർക്കറിയാം. അപ്പോൾ ഇതാരെ എഴുന്നറിയണ്ടേ? മാസിഡോണിയക്കാരനായ ലൂക്ക് എന്ന പേരുള്ള, അല്ലെങ്കിൽ നമ്മൾ ലൂക്കോസ് എന്ന് വിളിക്കുന്ന പൗലൂസിൻ്റെ സന്തത സഹചാരിയായ ആൾ തനിക്ക് കിട്ടിയ കളക്റ്റീവായിട്ടുള്ള ഈ ഡേറ്റ ഇൻഫർമേഷൻ വെച്ചിട്ട് അദ്ദേഹം എഴുതുന്നതാണ് ഈ ചരിത്രം. ചരിത്രം ഒരു ചുരുക്കെഴുത്താണ്, ഇലാബറേറ്റ് ചെയ്ത രൂപമല്ല. ചരിത്രം ആമുഖത്തിൻ്റെ കുറിപ്പുകളാണ്. സംഭവം ആമുഖ കുറിപ്പുകളാണ്, ഇൻട്രൊഡക്ഷനാണ്. നിങ്ങളൊരു സുവനീർ തയ്യാറാക്കുക. ഇവിടെയുള്ള സഭകളുടെയൊക്കെ സുവനീറുകൾ നമ്മൾ കേരളത്തിൽ ബഹുമാനപ്പെട്ട സാങ്കുട്ടി ചാക്കോ സാറുണ്ട്, ഞങ്ങളൊക്കെയാണ് നാട്ടിൽ ഈ സുവനീർ ഇവിടുന്ന് വരുന്ന പലതും തയ്യാറാക്കുന്നത്. കാരണം എങ്ങനെ അത് നിങ്ങളുടെ ഡേറ്റ എടുക്കും, നിങ്ങൾ അയച്ചു തരുന്ന ഇൻഫർമേഷൻ എടുക്കും, അതിനൊരു ഭാഷയിൽ തയ്യാറാക്കിയിട്ട് പ്രസിദ്ധം ചെയ്ത് തിരിച്ചു വരും. അപ്പോൾ അത് പൂർണ്ണമല്ല. കാരണം വിശാലമായ സംഭവങ്ങളെ 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ കൊണ്ട് വായിച്ചു തീർക്കാവുന്ന ഒരു സംഭവമാക്കി മാറ്റുന്നു. ഇതാ ചരിത്ര രചനയുടെ അതിൻ്റെ സമീപന രീതിയത. അപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളെ രേഖപ്പെടുത്തി വെക്കുമ്പോൾ അതെന്തിനാണെന്നറിയണ്ടേ?
ആസിറ്റീസ് അതുപോലെ നമ്മൾ ചെയ്യണം എന്ന ഒരു ഡോക്ട്രിനൽ സ്ട്രിക്റ്റായ ഒരു കാര്യം അതിനകത്തില്ല. ഒറ്റവാക്കിൽ ഇങ്ങനെ പറയാം, ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസിൽ നിന്ന് ഉപദേശമെടുക്കാറില്ല. പക്ഷേ സെക്കൻഡറി എവിഡൻസസിന് പോകാം. പ്രിലിമിനറി എവിഡൻസസ് തേടേണ്ടത് ലേഖനങ്ങളിലാണ്. കാരണം ലേഖനങ്ങൾ പറയുന്നത് യു ഹാവ് ടു ഡു, യു ഷുഡ് ഡു, നമ്മൾ ചെയ്യണം. ഇതാ ലേഖനം. എന്താ ഈ ഹിസ്റ്ററി പറയുന്നത്? എന്തവിടെ സംഭവിച്ചു അത് ചരിത്രം, എന്ത് നമ്മൾ ചെയ്യണം അത് ഉപദേശം. എന്ത് സംഭവിച്ചു എന്ന് പറയുന്നതിനകത്ത് ശരിതെറ്റുകളുടെ സങ്കലനമുണ്ട്. ശരിതെറ്റുകളുടെ സങ്കലനം മനുഷ്യൻ്റെ തെറ്റാട്ടോ, ദൈവത്തിൻ്റെ അല്ല. ഉദാഹരണം, അപ്പോസ്തല പ്രവൃത്തി ആസിറ്റീസ് ഫോളോ ചെയ്യണമെന്ന് ശടിക്കുന്ന ആളുകൾ ഇനിയും തല ശൗര്യം ചെയ്ത് വേളാങ്കണ്ണിക്കൊക്കെ പോകാം. അവിടെ അങ്ങനെ ശടിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഉള്ളതെല്ലാം വിറ്റ് ഇവിടെ കൊണ്ട് വെക്കണം, കുറച്ചെടുത്ത് ആത്മഹത്യ ചെയ്യണം. അല്ല, മരിച്ചു പോകല്ലേ, അങ്ങനെ കണ്ടോ. അത് തന്നെ ഒരു തവണ നടന്നുള്ളൂ. ഇപ്പോഴൊക്കെ നടന്നിരുന്നല്ലോ നമുക്ക് യോഗം കൂടാൻ പറ്റുമായിരുന്നോ? എനിക്കിവിടെ വരാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റുമോ? അത് തന്നെ നന്നായി. അപ്പോസ്തല പ്രവൃത്തി കണ്ടതെല്ലാം ആവർത്തിച്ചുകൊണ്ടിരുന്നെങ്കിൽ അനന്യാസിനെ സഫീറയ്ക്കും പറ്റുമല്ലോ. നമുക്ക് എത്ര തവണ പറ്റേണ്ട നേരം കഴിഞ്ഞു. നമ്മുടെ അംഗസംഖ്യനെ കുറഞ്ഞേനെ. ഞങ്ങളൊന്നും ഇവിടെ വരികയല്ല. അപ്പോൾ ആവർത്തിക്കാറില്ലേ ഇൻസിഡൻസ്? ആവർത്തിക്കുകയില്ല. അപ്പോൾ അല്ലെങ്കിലും ദൈവത്തിൻ്റെ ഇടപെടലിൽ പുതുമകളുണ്ട് എപ്പോഴും. നമ്മൾ പാടുമല്ലോ, നവ്യമാക്കുന്ന നിൻ ജീവിതം ഇന്നും. ഇവിടെ ജീവിതത്തിൻ്റെ പുതുമകളാണ്. നിത്യതയിൽ പോലും ആ പുതുമയുണ്ട്. എന്നും പുതുതായിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ നമുക്ക് ഇപ്പുറത്ത് ഇത് ഡോക്ട്രിനാക്കിയപ്പോൾ എന്ത് പറ്റി നോക്കാം. ഡോക്ട്രിനാക്കിയത് 1 കൊരിന്ത്യർ 14 അധ്യായത്തിലാണ്. അത് ഡോക്ട്രിനാണ്, മാറ്റാൻ പറ്റില്ല. സ്പീക്കിംഗ് ഇൻ ടങ്സ് അടക്കമുള്ള ഹോളി സ്പിരിറ്റിൻ്റെ ഗിഫ്റ്റ് ഒരു ഡോക്ട്രിൻ എന്ന നിലയിൽ സെയിൻറ്റ് പോൾ പറയുന്നുണ്ട്. 1 Corinthians chapter 14. Somebody read, please. മതി. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ. ആരും തിരിച്ചറിയുന്നില്ല. ഇതാ ഡോക്ട്രിൻ. മനസ്സിലായോ? ഇതാ ഡോക്ട്രിൻ. അപ്പോൾ നമ്മൾ അന്യഭാഷ പറഞ്ഞിട്ട് മനസ്സിലായതില്ല എന്നോർത്തൊരു വിഷമവും വേണ്ട. അപ്പോസ്തലൻ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് എഴുതി വച്ചിരിക്കുകയാണ്, അന്യഭാഷകളിൽ സംസാരിക്കുന്നവർ മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ. ആരും തിരിച്ചറിയുന്നില്ല, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. ഹല്ലേലൂയ. ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അത് വിശദീകരിക്കാനുണ്ട്. അപ്പോൾ സംഭവം നടന്നപ്പോൾ ആ സംഭവത്തെ ഡോക്ട്രിനാക്കുന്ന ഇടത്ത് എങ്ങനെ വേണമെന്ന് അപ്പോസ്തലൻ പറഞ്ഞു തന്നു. എന്നാൽ എന്തുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ അങ്ങനെ സംഭവിച്ചെന്നറിയണ്ടേ? അത് ചർച്ചിൻ്റെ ഇനാഗുറേഷൻ നടക്കാമെന്ന്. പരിശുദ്ധാത്മാവ് ആദ്യം ദുർബലരായ മനുഷ്യരുടെ ശരീരത്തിലേക്ക്, മൺകൂടാരത്തിലേക്ക് അത്യന്ത ശക്തിയുടെ ഇടപെടൽ നടന്നതിൻ്റെ ആദ്യ അനുഭവത്തിൻ്റെ പ്രകാശനമാണ് ആക്ച്വൽ നമ്മൾ കണ്ടത്. ഈ അനുഭവം നമുക്കിന്നും കിട്ടുന്നുണ്ട്. നമ്മളും ആദ്യമായി ആത്മനിറവിൽ സംസാരിച്ചപ്പോൾ സകല നിയന്ത്രണവും വിട്ടിട്ടാണ് നമ്മുടെ സ്വാഭാവിക പരിജ്ഞാനത്തിൻ്റെ ആ അതിരുകളെയൊക്കെ വിട്ടാണ് നമ്മൾ അന്ന് നൃത്തം ചെയ്തതും പാടിയതുമൊക്കെ. പിന്നെ ഇതൊരു പക്വതയ്ക്ക് വഴിമാറും. ഇതുപോലാണ് അന്ന് എല്ലാവർക്കും സംഭവിച്ചത്. അപ്പോൾ ആരും തിരിച്ചറിയുന്നില്ല, ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അപ്പോൾ തന്നെ ചർച്ചിൽ അന്യഭാഷ ഭാഷണത്തിന് ഒരു റെസ്ട്രിക്ഷൻ വച്ചു. അന്യഭാഷയെ സംസാരിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് ഏറിയാൽ 2 പേരൊക്കെ സംസാരിക്കട്ടെ എന്നൊക്കെ പറയുന്നൊരു ഭാഗമുണ്ട്. ഇതിൽ തന്നെയാണ്. അപ്പോൾ ആളുകൾ തെറ്റിദ്ധരിച്ചൊരു ഭാഗമുണ്ട്. വ്യാഖ്യാനം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ആളുകളെല്ലാം ധരിക്കുന്ന മിണ്ടാതിരിക്കണമെന്ന്. അങ്ങനല്ല വചനം. മിണ്ടാതെ സംസാരിക്കണമെന്ന് 28-ാം വാക്യത്തിലാണ്.
സോറി, ഞാൻ വാക്യം പറയലെന്ന് പറഞ്ഞപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാണ്. 14:28 എന്താ പറയുന്നത്? വ്യാഖ്യാനിയില്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ, ആ പദം പ്രതി സഭയിൽ മിണ്ടാതെ സംസാരിക്കുന്ന എങ്ങനെ? പബ്ലിക് ന്യൂസൻസ് ആകല്ലെന്ന്. പക്ഷെ ഒരു സഭയിൽ സംസാരിക്കുമ്പോൾ പബ്ലിക് ന്യൂസൻസ് ഇല്ല. കാരണം ഞാൻ അന്യഭാഷ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾ പറയുമ്പോൾ എനിക്കെന്താ പ്രശ്നം? നമുക്ക് പരസ്പരം അറിയാതെ എന്താന്ന്. എന്നാൽ അവിശ്വാസി അകത്തേക്ക് വന്നാലാണ് ഈ റെസ്ട്രിക്ഷൻ. അവിശ്വാസി വരുന്നൊരു സാധ്യത കുറവാണ്. നമ്മുടെ ചർച്ചിലേക്ക് ഒരു അവിശ്വാസി വന്നിട്ട് വർഷം എത്രയെന്ന് സ്വയം ഒന്ന് ചിന്തിച്ച്. ഇനി നമുക്ക് വല്ല അവിശ്വാസം ഉണ്ടെങ്കിലേ ഉള്ളൂ അത് പൂരിപ്പിക്കാൻ, അല്ലേ? ഇനി ആ കുറവ് നമ്മൾ നികത്തുന്നുണ്ട്, അത് വേറെ കാര്യം, അല്ലേ? അവിശ്വാസി വന്നാൽ അവൻ പറയും ഭ്രാന്തുണ്ടെന്ന്. അപ്പം ഈ അന്യഭാഷയുടെ അർത്ഥം ആവശ്യഘട്ടങ്ങളിൽ ദൈവം വരങ്ങളുള്ളവരെ ഉപയോഗിച്ച് വ്യാഖ്യാനിച്ചു കൊടുക്കും. മനസ്സിലായോ? അപ്പം അന്യഭാഷ നിർത്തണമെന്നല്ല. ഇനി ഇതേക്കുറിച്ച് നമ്മുടെ ബ്രദറൻ സഹോദരങ്ങൾ പ്രചരിപ്പിക്കുന്ന 2-3 തെറ്റുകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ഇവർ പറയുന്നത് ഭൂമിയിലെ ഭാഷയ്ക്കൊക്കെ നാദമുണ്ട്, ഗ്രാമറുണ്ട്. ഇതൊക്കെ ഗ്രാമറൊക്കെ പിന്നീട് ഉണ്ടായതാണ്. മലയാള ഭാഷയ്ക്ക് തന്നെ ഗ്രാമർ ഉണ്ടാക്കിയതാരാ? വ്യാകരണം ഉണ്ടാക്കിയ അർണോസ് പാതിരിയും ഹെർമൻ ഗുണ്ടർട്ടും ഒക്കെയാണ്. പക്ഷെ ഭാഷയുടെ പിതാവെന്ന് പറയുമ്പോൾ വിളിക്കുന്ന എഴുത്തച്ഛനെയാണ്, അത് വേറെ കാര്യം. ആക്ച്വലി ഹെർമൻ ഗുണ്ടർട്ടൊക്കെയാണ് മലയാള ഭാഷയുടെ പിതാവ്. അപ്പുറത്ത് ഇവരെ ഭാഷയ്ക്ക് വ്യാകരണമൊക്കെ ഉണ്ടാക്കണേ. അക്ഷരങ്ങളെ തിരിക്കുന്നതും ഈ ചതുര വടിവുള്ള അക്ഷരങ്ങൾ റൗണ്ടാക്കുന്നതൊക്കെ ബെഞ്ചമിൻ ബെയ്ലിയാണ്. കൊളോണിയലിസത്തിൻ്റെ കാലത്താണ് ഇതൊക്കെ ഇങ്ങനെ രൂപപ്പെട്ടു വരുന്നത്. അതുപോട്ടെ. അപ്പോൾ ഭാഷയ്ക്ക് ലിപി വേണം, വ്യാകരണം വേണം, അങ്ങനെ നിർബന്ധമില്ല. നിർബന്ധമില്ല എന്ന് പറയാൻ കാരണം, ഞങ്ങളുടെ ബൈബിൾ കോളേജ് പണ്ട് ഒരു ഇവിടെ നിന്നെങ്ങാണ്ടൊരു മദാമോ ആ പദം ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല, അല്ലേ? അപ്പോൾ ഞങ്ങളുടെ അമ്മയ്ക്ക് മലയാളം തന്നെ കഷ്ടി അറിയാവുന്നേ. ഇവരുമായിട്ട് ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ എൻ്റെ മോൾ ഇതെന്നാന്നറിയാൻ വേണ്ടി അടുത്ത് ചെല്ലുമ്പോൾ ഇവർ നിർത്തും. അമ്മ ഇങ്ങനെ ട്രോൾ ചെയ്യുക. കൊച്ചുമക്കൾക്ക് അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ. എൻ്റെ അമ്മയാണ്. അപ്പം അമ്മ ചെയ്താണ്ട് പറയുന്നത് കേൾക്കാൻ ചെല്ലുമ്പോഴേക്ക്, പക്ഷേ ഇവർ ഭയങ്കരമായിട്ട് അടുക്കുന്നു, സഹകരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയണ്ടേ? ഈ ആശയവിനിമയത്തിന് ഗ്രാമറൊന്നും വേണ്ടെന്ന്. പണ്ടൊരാൾ പറഞ്ഞു, ഇൻ കാർ ഐ ഡ്രൈവ്, യു ബാക്ക്, വി ഗോ, മതി. മനസ്സിലായില്ലേ? അത് മതി. അതേപോലൊരു കാര്യമുണ്ട്. ഈ കൊച്ചു കുട്ടികൾ അവർ ഫുഡിന് വേറൊരു പേരായിരിക്കും പറയുന്നത്. ബ്രാൻഡഡ് നെയിം വല്ലതുമാണ് പറയുന്നത്. അമ്മയ്ക്ക് മനസ്സിലാകും, അത് അപ്പനും മനസ്സിലാവും, അതിനാണ് ഇടപഴകുന്നവർക്ക് മനസ്സിലാകും. അപ്പോൾ ഭാഷ എപ്പോഴും സാഹിത്യാത്മകമല്ല, അത് കമ്മ്യൂണിക്കേഷൻ്റെ വഴിയാണ്. ബ്രദറൻ ടീച്ചിങ്ങിൽ ഏറ്റവും വലിയൊരു അപാകത ഇവർ പറയുന്നത്, ഇത് സുവിശേഷം അറിയിക്കാൻ വേണ്ടി ദൈവം അന്ന് അപ്പോസ്തലന്മാർക്ക് കൊടുത്ത പ്രത്യേക ഗിഫ്റ്റാണ്. എക്സാമ്പിൾ, ആസാമീസ് ഒരു ഭാഷയുണ്ടല്ലോ, ആസാമികൾ സംസാരിക്കുന്നത്. ആ ഭാഷയിൽ അഭിഷേകം ചെയ്ത് അവിടെ ചെന്ന് അവരോട് പറയാൻ വേണ്ടി ഉപയോഗിച്ചാണ്. ദൈവം അങ്ങനെ ഉപയോഗിക്കും, ഇല്ലെന്നൊന്നുമില്ല. പക്ഷെ ഭാഷാവരം അതല്ല. ഭാഷാവരം വേറൊന്നാണ്, അത് ഞാൻ പറയാം. അതല്ല എന്ന് ഉറപ്പ് പറയാൻ കാരണം, 1-ാം നൂറ്റാണ്ടിൽ ഇങ്ങനൊരു ആവശ്യമില്ല. അത്യാവശ്യമില്ല, ആവശ്യമുണ്ട്, അത്യാവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ, 1-ാം നൂറ്റാണ്ടിൽ ഗ്രീക്ക് സർവ്വസാധാരണമാണ്. ഇത് ഇംഗ്ലീഷ് പോലെ. ഗ്രീക്ക് വാസ് ദ ലിംഗ്വ ഫ്രാങ്ക്വ ഓഫ് ദി ഏൻഷ്യൻ്റ് വേൾഡ്. ന്യൂ ടെസ്റ്റമെൻറ്റ് ടൈം, ജസ്റ്റ് ലൈക്ക് അവർ ഇംഗ്ലീഷ്. ഇത് ലോകത്തെല്ലായിടത്തും ഉണ്ട്. ഇന്ന് ഇംഗ്ലീഷ് സംസാരിച്ചാൽ ഭൂരിപക്ഷം മനുഷ്യർക്ക് മനസ്സിലാകുന്ന പോലെ അപ്പോസ്തലൻ ഗ്രീക്കിൽ പ്രസംഗിച്ചാൽ മതി. അപ്പോൾ ഗ്രീക്ക് അറിയാവുന്ന ഒരുത്തനല്ലേ വെച്ചാൽ മതി. ഈ ട്രാൻസ്ലേഷൻ രീതി ബൈബിളിൽ തന്നെ കാണുന്നുണ്ട്. നിനക്ക് സംസാരിക്കാം എന്നൊക്കെ പറയുമ്പോൾ പൗലോസ് യവനായ ഭാഷയിൽ സംസാരിച്ചു എന്നൊക്കെ പറയുന്നില്ലേ? ഇതിലൊരു ഭാഷ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ വരെ ഗ്രീക്ക് ഉണ്ടെന്ന്. കാരണം അലക്സാണ്ടർ ഇന്ത്യയുടെ പാതി വരെ ആക്രമിച്ച് പിടിച്ചു. ഇന്ന് നിങ്ങൾ പഠിക്കുന്ന മിക്ക പദങ്ങളിലും ഒരു ഗ്രീക്ക് വേർഡ് കാണും. അന്ന് കിട്ടിയതാണ് ലോകം മുഴുവൻ. ഇപ്പോൾ ബയോസ്, ലോഗോസ്, ഈ മെഡിക്കൽ ലൈനിൽ ജോലി ചെയ്യുന്ന പല ആളുകളും പറയുന്നത് നമ്മുടെ ബൈബിളിലെ പദങ്ങളാണ്.
അല്ലേ? ഉദാഹരണം, ഒഫ്താൽമോസ് അർത്ഥം കണ്ണ്, കാർഡിയോളജി കാർഡിയ ഹാർട്ട്. ബൈബിളിൽ പറയുകയാണ്, ഞാൻ നിൻ്റെ ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ആരായുന്ന ദൈവം. കാർഡിയ ഖായ് എൻ്റെ നെഫ്രോൺ, കാർഡിയായും നെഫ്രോണും എനിക്കറിയാവുന്നു. ഇതെല്ലാം ബൈബിളിലുണ്ട്. യേശു അമ്മയെ വിളിച്ചത് ഗുനൈ, സ്ത്രീയെ, സ്ത്രീ, അതിൽ നിന്നാ ഗൈനക്ക്. ഇപ്പോൾ അതൊക്കെ വരുന്നേ. അപ്പോൾ ഗ്രീക്ക് ആ ഭാഷയുടെ പദങ്ങൾ ലോകത്തിലെ എല്ലാ ഭാഷയിലേക്കും അവർ പാകി. ആ ഭാഷ തന്നെ പണ്ട് ശക്തമായിരുന്നു. ഇംഗ്ലീഷൊക്കെ വരുന്നത് എങ്ങനെയാണ്? ലാറ്റിനും ഗ്രീക്കും ആംഗ്ലോ സാക്സിൻ്റെയൊക്കെ ചരിത്രം അറിയാമല്ലോ. അപ്പോൾ ബ്രദൻ സഹോദരങ്ങൾ പറയുന്നില്ല തെറ്റ്. അന്ന് ഈ ഭാഷ ഈ രൂപത്തിൽ വരം പോലെ വേണ്ട. കാരണം എന്താ? ഇന്ന് ഇംഗ്ലീഷ് പോലെ ലോകത്തെല്ലായിടത്തും ഗ്രീക്ക് അറിയാം. പിന്നെ ഞാൻ അടുത്ത അതല്ലെന്നുള്ള തെളിവ്, സഭയിൽ അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ എന്താ ചെയ്യുന്നത്? ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. ഇനി അവരുടെ വാദം മുഖവിലേക്ക് എടുത്താൽ, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ. അതപ്പോൾ സുവിശേഷത്തിന് ദൈവത്തെ സുവിശേഷിക്കേണ്ട കാര്യമുണ്ടോ? അതോ ദൈവത്തോട് പറയുകയാണോ നമുക്കൊരു രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു, പിതാവെ അറിഞ്ഞോ കാര്യം, എത്രയും പെട്ടെന്ന് സ്നാനപ്പെട്ടോണം? അല്ലെ പിന്നെ എന്തിൻ്റെ അർത്ഥം? ഇനിയുള്ള കാലത്തെങ്കിലും മര്യാദയ്ക്കൊക്കെ ജീവിച്ചോണോ എന്ന് പറയുകയാണോ? രണ്ടാമത്തെ കാര്യം, തനിക്ക് താൻ ആത്മീയവർദ്ധന വരുത്തുന്നു. അത് വാദത്തിനെടുത്താൽ, ഇപ്പോൾ ആത്മീയവർദ്ധന വരാൻ ഇനി ഒരു വഴിയുണ്ട്. ഇവർ പറഞ്ഞതനുസരിച്ച് നമ്മൾ വേറൊരു ഭാഷ പഠിച്ചിട്ട് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ. നമുക്കറിയാവുന്ന ഭാഷ വിട്ടിട്ട് തമിഴ് പഠിച്ചിട്ട് തമിഴ് പ്രാർത്ഥിച്ചാൽ മലയാളത്തിൽ കിട്ടാത്ത ആത്മീയവർദ്ധന വരുമോ? അതുമല്ല. അപ്പോൾ ഒരു ഭാഷയുണ്ട്. ആ ഭാഷ എന്താണ്, എങ്ങനെയാണെന്ന് ഞാൻ പറയാം. പ്രിയപ്പെട്ടവരെ, ഈ നമുക്ക് ഒരു വ്യവഹാര രീതിയിൽ ഒരു കോർട്ടിൽ ചെന്നാൽ ഈ കോർട്ടിൻ്റെ ഭാഷ അറിയില്ല, കോർട്ടിൻ്റെ ഒഫീഷ്യലായ ഭാഷ. ചിലതൊക്കെ കോടതി വിട്ടുവീഴ്ച ചെയ്യും, നമ്മുടെ അറിവുകളൊക്കെ ക്ഷമിക്കും, അങ്ങനെയാണ്. പക്ഷെ കാതലായ കാര്യങ്ങളിൽ നമുക്ക് നിയമമൊക്കെ തെറ്റിപ്പോയാൽ നമുക്കതിൻ്റെ ആ ശൈലിയൊന്നും അറിയില്ല. അതിന് കോടതിക്ക് വിശ്വാസമുള്ള ഒരാൾ നിൽപ്പുണ്ട്, ഒരു അറ്റോർണി ഇല്ല ലോയർ നിൽപ്പുണ്ട്. അപ്രൂവൽ കൊടുത്ത ലോയർ നമുക്ക് വേണ്ടി അവിടെ നിന്ന് സംസാരിക്കുക. ലോയർക്ക് ഞാൻ ഒപ്പിട്ട് കൊടുത്ത വക്കാലത്തിൻ്റെ അർത്ഥം, ഇദ്ദേഹമാണ് എനിക്ക് വേണ്ടി സംസാരിക്കുന്നത്, എൻ്റെ നാവാണത്. ഓക്കെ, ലോയർ ഞാൻ പറയുന്നതിനെല്ലാം എൻഡോസ് ചെയ്യുകയാണ്. ലോയർ എനിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ലോയർ ആ ഭാഷയിൽ അങ്ങോട്ട് കൺവിൻസ് ചെയ്യിക്കുമ്പോൾ കോർട്ടിന് ബോധ്യം വരും. അപ്പം നമുക്ക് പ്രാർത്ഥിക്കേണ്ട വണ്ണം പ്രാർത്ഥിക്കാൻ വർഷം ഇത്രയായിട്ടും അറിയത്തില്ല. കേട്ട് വിഷമിക്കരുത്. നമുക്കല്ല സാഹിത്യമൊക്കെ ഒപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. ഈ കൺവെൻഷൻ പ്രാർത്ഥിക്കുന്നില്ലേ, മാൻപേടകളെ പ്രസവിപ്പിക്കുമാറാക്കുന്ന വനങ്ങളുടെ തോലൊരിക്കുന്ന. ഇതാദ്യമായിട്ട് ഒരുത്തം കേട്ടാൽ എന്തോ ചെയ്യും? ഇവിടെ വലിയ പ്രശ്നമാണല്ലോ. വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് സർക്കാർ കേസെടുക്കും നമ്മുടെ പേര്. ഒന്ന് പ്രാർത്ഥിക്കാൻ സമയം കൊടുത്തോ മൈക്കിനകത്ത്? നമ്മൾ ഈ പദമൊക്കെ പറയുമ്പോൾ ഇന്ന് രാത്രി എന്നൊക്കെ രായ്ക്കൊരു പഞ്ചിട്ട്, ഇന്ന് രാത്രി മാൻപേടകളെ പ്രസവിപ്പിക്കുമാറാക്കുന്ന വനങ്ങളുടെ തോലൊരിക്കുന്ന. കേട്ടാൽ സുഖമാണെങ്കിലും ആദ്യം പുറത്തുനിന്ന് കേൾക്കുന്നവൻ എന്താ ചെയ്യുന്നു? പ്രശ്നമാണ്. ബൈബിളായിട്ട് ടച്ചില്ലേ പ്രശ്നമാണ്. അതാ പറഞ്ഞ പ്രാർത്ഥിക്കേണ്ട വണ്ണം. അത് മാത്രമല്ല, ഞാനൊന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഈ ദൈവാസനെ അനുഗ്രഹിക്കണം. നിങ്ങൾ പറയാം അനിൽ കൊടുത്തോടത്തെ അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ. ഒത്തിരി കേട്ടപ്പോൾ കർത്താവ് പറഞ്ഞ് അനുഗ്രഹിക്കാം. എങ്ങനെ അനുഗ്രഹിക്കണം ഒന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് എൻ്റെ വല്ല കാര്യം അറിയോ? ഞാൻ കടന്നു പോകുന്ന അനുഭവം പറയാം, അറിയോ? നിങ്ങൾ കടന്നു പോകുന്ന അനുഭവം എനിക്കറിയോ? കുറച്ചേ അറിയൂ. ഞാൻ അടുത്ത നിമിഷം അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രതിസന്ധി നിങ്ങൾക്കറിയോ? നിങ്ങൾ നേരിടാൻ പോകുന്ന വാർത്ത, ദുരന്ത വാർത്ത, നമ്മൾ നേരിടാൻ പോകുന്ന, അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നം വല്ലതും അറിയോ? അത് അറിയാവുന്ന ഒരു അഡ്വക്കേറ്റ് കൂടെ ഉണ്ട്, അതാ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ആ ഹോളി സ്പിരിറ്റ് നമ്മൾ അർപ്പണം ചെയ്തിട്ട് നമുക്ക് വേണ്ടി അഡ്വാൻസ്ഡായി അവിടുന്ന് ചെയ്യുന്ന പ്രൊട്ടക്ഷനാണ് നമ്മുടെ നാവ് ഉപയോഗിച്ച് നമ്മിലൂടെ സംസാരിക്കുക. തമ്പുരാൻ്റെ അടുത്ത് ദൈവത്തോട് സംസാരിക്കുക. നമ്മുടെ നാവിലൂടെ ദൈവത്തോട് സംസാരിക്കുകയാണ് ആ സമയത്ത് ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പം അത് വേണ്ടാന്ന് വെക്കാൻ കുറേ ആൾക്കാർക്ക് തോന്നിയപ്പോൾ എന്തോ ചെയ്യുന്നത്?
അപ്പോൾ ഇതാണ് ശരിക്കും സംഭവിക്കുന്നത്. അതിനൊരു കാരണം കൂടെ. പൈശാചിക ശക്തികൾ ഏറ്റവും ഭയക്കുന്നൊരു കാര്യമാണ് അന്യഭാഷാ ഭാഷണം. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും വാദം ഇന്നും വരുന്നത്. നമ്മുടെ സഹയാത്രികരായ ബ്രദർ സഹോദരങ്ങൾ, നമ്മുടെ കൂടെ ഉള്ളവർ പോലും ഈ ഒരു കാരണത്താൽ നമ്മളെ ആക്ഷേപിക്കാറുണ്ട്. ശരിയാണോ? അപ്പോൾ അതിലൊരു കാര്യമുള്ളത്, അതിൽ തെറ്റായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ പറയാം കേട്ടോ. അതിലെന്തൊരു കാര്യമുള്ളത്, ഇതിൻ്റെ പവറാണ് അത് സൂചിപ്പിക്കുന്നത്. ഇതിനെ ഏറ്റവും ആക്ഷേപിക്കുമ്പോൾ അതിൻ്റെ മൂല്യമാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതെന്താണ്? ഇതൊരു തരം ഇതിൽ ദൈവം ഇതിനകത്ത് ഒത്തിരി കോഡുകൾ, നമ്മൾ ആ ഭാഷ അങ്ങനെ തന്നെ പറയാം, രഹസ്യങ്ങൾ, മർമ്മമാണെന്ന് പറഞ്ഞല്ലോ. ഡൽഹിയിലൊക്കെ പണ്ടൊരു സംഭവമുണ്ട്. മലയാളികളായ പോലീസുകാരൊക്കെ ഉണ്ട് അവിടെ, മറ്റു പല സ്ഥലങ്ങളിൽ. അപ്പോൾ ഈ ബഹളവും കാര്യമൊക്കെ വരുമ്പോഴേക്ക് മലയാളിക്കൊരു സ്നേഹം വന്നിട്ട് പോലീസുകാരൻ മലയാളത്തിൽ പറയും, എടാ പിള്ളേരെ മാറിക്കോ, അടി വരാൻ പോവാ കേട്ടോ. നമ്മൾ പതുക്കെ നമ്മുടെ റൂമിലേക്ക് കയറി മറ്റോ സിന്ധിക്കാരനൊക്കെ ഒന്ന് കൊള്ളുക. അപ്പോൾ ഈ ഭാഷ നമുക്കേ പിടികിട്ടിയുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളീ പറഞ്ഞു വിടുന്ന അന്യഭാഷയ്ക്കകത്തൊരു കോഡുണ്ടെന്ന്. എതിർശക്തികൾ മുഴുവൻ ഭയന്നു പോകുന്ന, പിശാചുക്കൾ മാർഗതടസ്സം സൃഷ്ടിക്കുന്നവർ മാറിപ്പോകുന്ന, വഴികൾ സ്മൂത്തായി വരുന്ന ഒരു വലിയ എക്സർസൈസ് നമ്മുടെ ജീവിതത്തിൽ നടക്കുകയാണ്, സ്വയശുദ്ധീകരണം. പക്ഷെ ഇതിലൊരു പ്രശ്നമുണ്ട്. ഇത് ഫേക്കായിട്ട് ഉപയോഗിക്കുന്നതും ദുരുപയോഗം ചെയ്തതുമായ ഒരു ശൈലി നമ്മളൊന്ന് കണ്ടിട്ടുണ്ട്. ഈ കുട്ടികളെയൊക്കെ കൊണ്ട് കുട്ടികൾ നമ്മളെയൊക്കെ അനുകരിച്ച് അന്യഭാഷ പറയുമ്പോൾ ചിരിക്കുന്ന മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്. അതൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. എനിക്ക് മുതിർന്ന കുട്ടികളാണ്. എൻ്റെ മോന് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഇങ്ങനെ പ്രസംഗിക്കുകയും എല്ലാ കുട്ടികളെയും പോലെ ഒരു ചർച്ചിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തുമല്ലോ. ഞാൻ പറഞ്ഞു നിനക്ക് പ്രസംഗിക്കാം, പാട്ട് പാടാം, കുഞ്ഞാടിക്ക് കളിക്കുമ്പോൾ, പക്ഷെ അന്യഭാഷ പറയില്ല. കാരണം അതിൻ്റെ വില എനിക്കറിയാം. അത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അത് കളിക്കാനുള്ളതല്ല. കളിക്കാൻ ഈ ടോയ്സൊക്കെ മേടിച്ചു കൊടുത്താൽ മതി. അന്യഭാഷ പറഞ്ഞ് കളിപ്പിക്കാൻ പാടില്ല. അതിൻ്റെ മൂല്യം അത്ര. അത് പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥന കൊണ്ടും ജീവിതം കൊണ്ടും വില കൊടുത്ത മനുഷ്യരുണ്ട്. ഹല്ലേലൂയ. അടുത്തൊരു കാര്യമുണ്ട്. അതിൻ്റെ പേരിൽ എത്രയോ പരിഹാസം കെട്ടു നമ്മൾ. അതതിൻ്റെ മൂല്യമാണ്. അത് പരിശുദ്ധിയോടെ സംസാരിക്കേണ്ട ഒരു പദമാണ്. അടുത്തൊരു പ്രശ്നമുള്ളത്, ഈ പ്രോവറ്റ്സ് ആകട്ടെ പാസ്റ്റേഴ്സ് ആകട്ടെ നമ്മളെ കൊണ്ട് നിർബന്ധിച്ചങ്ങ് പറയിപ്പിക്കുക. ക്ഷമിക്കണം, പാടുന്ന കുഞ്ഞുങ്ങളൊക്കെ ക്ഷമിക്കണം. പാടുന്ന സൗകര്യങ്ങളങ്ങ് ഞാൻ പലരും പറഞ്ഞിട്ടുണ്ട്. പ്രസംഗിക്കാൻ നമ്മളൊരാളെ വിളിച്ചിട്ടുണ്ട്, മോനങ്ങ് പാടിയാൽ മതി. ആ നേരം കൊണ്ട് ഒരു പാട്ട് വരെ അങ്ങ് പാടിയാൽ മതി. ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നതിന് നരേഷൻ പറയുന്നതിനൊന്നും കുഴപ്പമില്ല. ഇത് അതിര് വിട്ട് പോയി കഴിഞ്ഞാൽ കണ്ടിരിക്കുന്നവന് ബുദ്ധിമുട്ട് വരുന്ന, സംശയം വരുന്ന ചില കാര്യങ്ങൾ പറയാം. ചില ആളുകൾ ഇങ്ങനെ അന്യഭാഷ പറഞ്ഞുകൊണ്ട് നിൽക്കും. പാസ്റ്റർമാർ തന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ കൈ തന്നെ ചോദിക്കും, എപ്പോഴാണ് വന്നേ? കുറച്ച് നേരമായി. അവിടെ പോയിരിക്കുമ്പോൾ ചോദിക്കും, ഈ അന്യഭാഷ പറഞ്ഞുകൊണ്ട് അടുത്ത് വന്നിട്ട് ചോദിക്കും, ചായ വിത്തൗട്ടാണോ? വിത്തൗട്ടാ. കുറേ കൈയടിച്ചിട്ട് ചോദിക്കും, ലില്ലിക്കുട്ടിയും കുഞ്ഞുങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? ഇത് മനുഷ്യന് സംശയം വരികയല്ലേ? കുഞ്ഞിനെ കളിപ്പിക്കുമ്പോഴും വഴിയെ നടക്കുമ്പോഴും ഒക്കെ ചുമ്മാതെ പറയുന്ന പോലെ തോന്നുക. അതതിൻ്റെ വിലയും നിലയും കളയാൻ പാടില്ല. നല്ല ആത്മപ്രേരണയോടെ ചെയ്യേണ്ടതാ സ്തുതി സ്തോത്രവും ഹല്ലേലൂയയും. പരപ്രേരണയോടെ പറയേണ്ടതല്ല. അങ്ങനെ ഒന്ന് പറയട്ടെ. അപ്പോൾ ഉണർവൊക്കെ ഉണ്ടാവും. അന്തരാത്മാവിൽ രൂപപ്പെടുന്നു വിട്ടുവരുന്ന ആ സന്തോഷത്തിൻ്റെ പ്രകാശനം അങ്ങനെ കൊടുക്കണം ദൈവത്തിന്. ഹല്ലേലൂയ, സ്തോത്രം. അതാ ഫ്രഷായിട്ടുള്ള വസ്തുവാണ് നമ്മളെപ്പോഴും വാങ്ങാൻ ആഗ്രഹിക്കുന്നത്, അല്ലേ? ഹല്ലേലൂയ. അപ്പോൾ അടുത്തൊരു കാര്യം, പാട്ടുപാടുന്ന സൗകര്യങ്ങൾ എല്ലാം പാട്ടുപാടുന്നവരെ തന്നെ പറയല്ല. നമ്മളെല്ലാം കൊണ്ട് പറയും, ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മൾ ഹല്ലേലൂയ പറഞ്ഞാൽ ഈ സഹോദരന്മാർ പറയാം. ഈ സഹോദരന്മാർ തന്നെയല്ല, നമ്മൾ വാസുമാരും പറയാറുണ്ട്, പോരാ. എന്തോ പോരെന്ന്? ശബ്ദം പോരെന്നാണോ? ആത്മാർത്ഥത പോരെന്നാണോ?
എന്നൊരു മുമ്പ് പറഞ്ഞല്ലോ, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ പറയണം. പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മനുഷ്യനെ കൊണ്ട് പറയാൻ പറ്റുമോ? ചുരുക്കി പറഞ്ഞാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ള ഒറ്റ കാര്യം, ഒരു കുറ്റം ചെയ്തതിൻ്റെ പേരിലാണോ ഈ ലോഡെല്ലാം നമ്മുടെ തലയെ വെക്കുന്നെടുത്ത്? നമ്മൾ കർത്താവിനെ സ്വീകരിച്ചു എന്നൊരു കാര്യം ചെയ്തുള്ളൂ, അതിന് ഇവർ പറയുന്നതിനനുസരിച്ച് വഴങ്ങണം. നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ വെച്ച് ആരാധിക്കാതെ, വണ്ടിയുടെ വൈപ്പർ പോലെ. നമ്മളത് ചെയ്തില്ല, വഴക്ക് പറയും. ഇതൊക്കെ വിടണം, ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണ്ടേ. അതിൽ നന്മയുണ്ട് എടുക്കാം കേട്ടോ, അവർ ചെയ്യുന്നതിൽ. സ്തോത്രം. ഒരു മറുവശം വന്ന് നമുക്ക് പറയാം. അന്യഭാഷകളിൽ സംസാരിക്കുന്ന മാത്രമല്ല, ഇതര കൃപാവരങ്ങളുമുണ്ട്. അപ്പോൾ ആളുകൾ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ബ്രദർ സഹോദരൻ ചോദിക്കുന്ന ചോദ്യം, അന്ന് കണ്ടതുപോലെ ഒരു പെർഫെക്ഷനുള്ള മിറക്കിൾ ഞങ്ങൾ കാണുന്നില്ല. ഈ മിറക്കിൾ എന്ന് പറയുന്ന എല്ലാം ഇത്തരത്തിലെ വീര്യപ്രവൃത്തിയല്ല, നമ്മൾ അനുഭവിക്കുന്ന കുറേ മിറക്കിൾസ് ഉണ്ട്. എനിക്കൊരു വീട് കിട്ടുന്നില്ല, റെൻറ്റിനൊക്കെ താമസിക്കുന്ന ഒരു അവസ്ഥ ഓർത്ത് ഇതുകൊണ്ട് സാധനം എല്ലാം വഴി വെച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാതിരിക്കുമ്പോൾ പെട്ടെന്നൊരാൾ പറയാതെ ഇന്നടുത്തൊരു വീട്, വാ. അത് മിറക്കിളല്ലേ? മിറക്കിൾ മാജിക്കല്ല സഹോദരങ്ങളെ. ദൈവ ആവശ്യകതകളിൽ ഇടപെടുന്ന രീതിയാണ് അനുഭവിക്കുന്ന മിറക്കിൾ. അതാ മിറക്കിൾ. അല്ലാതെ നമ്മൾ ഈ മാജിക്ക് കാണിക്കുന്നില്ല, ഏതാണ്ട് കാണിക്കുന്നതാണെന്ന് ആളുകൾ ധരിച്ചു. ഇവരൊക്കെ ധരിച്ചിരിക്കുന്നു. എന്നോടൊരാൾ പറഞ്ഞു, സ്റ്റേജിൽ കൊണ്ടുവന്ന് ഈ രോഗിയെ കൊണ്ടുവന്നാൽ ഇവിടെ കാലില്ലാത്തൊരാൾക്ക് കാലുണ്ടാക്കി കൊടുക്കാമോ? ഡിബേറ്റിനകത്ത് ചോദിച്ചാൽ, ഡിബേറ്റായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാം, കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്കുള്ള കൃപാവരം നിങ്ങളും ചെയ്യണം. ഒരു ഇതുപോലെ കാര്യമാണ്. രോഗശാന്തി വിശ്വസിക്കുന്ന നമ്മൾ മരുന്ന് കഴിക്കുന്നത് ശരിയാണോ എന്നാ, അല്ലെ മരുന്നിന് ആശുപത്രി വിടുന്നത് ശരിയാണോ? ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ബ്രദർകാരാണ് ഇതെല്ലാം ചോദിക്കുന്നത്. സാധാരണ മനുഷ്യന് അത്രയും ചോദ്യമില്ല. ഞാൻ ചോദിച്ചു, ഈ സഹായം ചെയ്യാനുള്ള വരം എന്നൊന്നുണ്ടല്ലോ ബ്രദർകാർ, നിങ്ങൾ ലോൺ എടുക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. വണ്ടിയൊക്കെ എടാ, ഒരു പാല വിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടും വേണ്ടേ? സഹായം ചെയ്യാൻ വരമുള്ള ആൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ബ്രദർകാരെ ലോൺ എടുക്കരുത്. വരമുണ്ടല്ലോ. അപ്പോൾ വരം ഈ അമർചിത്രകഥയെ കാണുന്ന മാജിക്ക് പോലല്ല. ഇവർ വായിച്ചത് ബൈബിളല്ല ഈ കാര്യത്തിൽ വായിച്ചത്, ശിവനൊക്കെ വരം കൊടുക്കുന്നവർ വായിച്ചത്. ഇതൊടുന്നു സംഭവം ഇങ്ങനെ. ദൈവ ആവശ്യകതയുടെ നടുവിലാണ് പ്രവർത്തിക്കുന്നത്. ഗോഡ് ആൻസറിങ് പ്രെയർ. ആ മിറക്കിൾ അനുഭവിച്ചവരായി വിളിക്കുന്ന സകലരും, ഈവൻ നമ്മുടെ വചന സഹോദരങ്ങളുടെ സകല മനുഷ്യരും അക്രൈസ്തവരും അനുഭവിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ മിറക്കിൾ. പക്ഷെ നന്ദിയുടെ കാട്ടുക പലപ്പോഴും, ക്ഷമിക്കണം. അപ്പോൾ ഈ കൃപാവരങ്ങൾ ബ്രദറൻ വീക്ഷണം അനുസരിച്ച് ഇതെല്ലാം കൂടി അപ്പോസ്തലപ്രവൃത്തി കണ്ട അന്ന് കിട്ടിയ ഹോളി സ്പിരിറ്റിൻ്റെ ഗിഫ്റ്റെല്ലാം അടയാള വരങ്ങൾ എന്ന് അവർ പേരിട്ടിരിക്കുന്നത്. അതിന് ആ വരങ്ങളെല്ലാം ഇപ്പം നിലനിൽക്കുന്നില്ല. അത് അവരുടെ വാദം. എന്നാണെന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. എക്സാമ്പിൾ നമ്മൾ പറയാണ്, അപ്പോസ്തലപ്രവൃത്തിയിൽ AD 30 അല്ല 29-30 കാലയളവിലെ ഒരു മെയ് മാസത്തിൻ്റെയൊക്കെ ആ ഘട്ടത്തിൽ, അല്ലെങ്കിൽ അന്നത്തെ ഡേ ഓഫ് പെൻഡക്കോസ്റ്റിൽ ആണ് ഇതിൻ്റെ തുടക്കം. ഒരു ഏകദേശം ഡേറ്റ്. എന്നാൽ ഇത് തീർന്നേ? ഒരു ഡേറ്റ് പറ, ഏകദേശം പറഞ്ഞാൽ മതി. ബൈബിള് വന്നപ്പോൾ ഇത് തീർന്നു. ബൈബിള് വന്നെന്ന വാദം തന്നെ തെറ്റാണ്. കാരണം ഇത് ഒറ്റയടിക്ക് വന്ന് കിട്ടിയല്ല. ഇത് ക്രോഡീകരിച്ച കാലമുണ്ട്, എഴുതി തീർന്ന കാലമുണ്ട്. എഴുതി തീർന്ന ഘട്ടത്തിലാണോ, ക്രോഡീകരിച്ച സമയത്താണോ, പ്രിൻ്റ് ചെയ്തപ്പോഴാണോ, നമ്മളിലേക്ക് വന്നപ്പോഴാണോ? ഇനി ഈ പുസ്തകം ഇല്ലാത്ത ജനതയുടെ ഇടയിൽ ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഈ ചോദ്യത്തിനൊന്നും ഉത്തരം പറയില്ല, ഒരാൻസറും പറയില്ല. 100 കൊല്ലത്തേലും അകലമുണ്ട്. എഴുതിയത് മുതൽ ക്രോഡീകരണം വരെ ഇത്രയും കാലത്തെ അകലമുണ്ട്. അപ്പം നമ്മളവിടെ പറയുന്നത് എന്താണെന്ന് അറിയണ്ടേ? പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. ആ പൂർണ്ണമായത് ദൈവവചനമാണ് എന്നവരും ക്രിസ്തുവിൻ്റെ വരവാണെന്ന് നമ്മളും. അപ്പോൾ നമ്മൾ പറയാണ് പൂർണ്ണമായത് എന്ന് ഉദ്ദേശിക്കുന്നത് ബൈബിളല്ലെന്ന് പറഞ്ഞാൽ ഇവർ പറയും ബൈബിള് പൂർണ്ണമല്ലെന്ന് നമ്മൾ പറഞ്ഞു. അവിടെ ഉദ്ദേശിക്കുന്നത് അതല്ലെന്നാണ് പറഞ്ഞേ. ബൈബിള് പൂർണ്ണം തന്നെ അല്ലേ? അവിടെ ഉദ്ദേശിക്കുന്നത് അതല്ല. അങ്ങനെ തിരിച്ച് ക്രിസ്തുവിൻ്റെ വരവല്ല പൂർണ്ണമെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ വരവ് പൂർണ്ണമല്ലെന്നാണോ നിങ്ങൾ പറയുന്നത് ചോദിച്ചാൽ തീർന്നു.
ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചാണ് പറയുന്നതെങ്കിൽ എന്തുകൊണ്ട് ന്യൂട്രൽ ജെൻഡർ ഉപയോഗിച്ചിരിക്കുന്നു? അത് പൂർണ്ണമായത് എന്ന പ്രയോഗം അങ്ങനെ ഉപയോഗിക്കാം. അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാൻ, അതിപരിശുദ്ധനെന്നാ. ഇനിയുണ്ടോ ഒത്തിരി വ്യാകരണം എടുത്ത് പറഞ്ഞാൽ? ഇനിയെല്ലാം വിടുക. അവിടെ ഉദ്ദേശിക്കുന്നറിയോ, ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് ആണ് സഭയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണത. അന്നാണ് നമ്മൾ വിശ്വാസത്തിൻ്റെ പക്വതയിൽ ക്രിസ്തു എന്ന അളവോളം എത്തിച്ചേരുന്ന അന്നാണ്. അന്ന് വരെ കൃപാവരങ്ങൾ വേണം. എന്തിനാ കൃപാവരം എന്നറിയണ്ടേ? മനുഷ്യൻ്റെ പരിമിതികളെ മറികടക്കാനുള്ളതാണ് കൃപാവരം. രോഗമുണ്ട്, അതുകൊണ്ട് രോഗശാന്തി. അറിവ് കുറവാണ്, അതുകൊണ്ട് ജ്ഞാനം. നമ്മൾ ഇന്ന് അംശമായ കാര്യങ്ങൾ അറിയുന്നു, നമ്മൾ ദൈവം ചില ആലോചനകൾ അറിയിക്കുന്നു, അതുകൊണ്ട് പ്രവചനം. പക്ഷേ കർത്താവ് വന്നു കഴിഞ്ഞാൽ പിന്നെ അന്യഭാഷ വേണ്ട, ഈ കൃപാവരങ്ങൾ ഇങ്ങനെ വേണ്ട, പ്രവചനം വേണ്ട, വെളിപ്പാട് വേണ്ട. അതിൻ്റെ കാരണം ഇന്നലെ പറഞ്ഞു നിർത്തിയത്, പ്രവചനങ്ങളുടെ പൊരുളായവനെ ഞാൻ അക്ഷരാർത്ഥത്തിൽ കണ്ടു, വെളിപ്പാടിൻ്റെ കാരണഭൂതനെ ഞാൻ നേരിട്ട് കണ്ടു. ഹല്ലേലൂയ. ഇനിമേൽ അത്തരം വരങ്ങൾ കർത്താവ് വന്നു കഴിഞ്ഞാൽ പിന്നെ വേണ്ട, അതുവരെ മനുഷ്യരാശിക്ക് ഇത് വേണം. അതിനെപ്പറ്റി ഒരു ആശയം കൂടി പറഞ്ഞ് നിർത്താം. കഴിഞ്ഞ ചില ചോദ്യങ്ങൾ ചില സഹോദരങ്ങൾ ചോദിച്ചതിനും മറുപടി ഉണ്ട്. ഇസ്രയേലിലെ രീതി അനുസരിച്ച് ഒരു വിവാഹ നിശ്ചയം നടക്കുന്നത് ഒരാൺകുട്ടിക്ക് 12 വയസ്സ് കഴിയുമ്പോഴാണ്. അവനപ്പോഴേക്ക് ന്യായപ്രമാണത്തിൻ്റെ പ്രാഥമിക പാഠം പഠിച്ചു കഴിയും. ഇത് പഠിച്ചു കഴിഞ്ഞാലുടൻ ഇവനൊരു ബിരുദം കിട്ടുകയാണ്, ന്യായപ്രമാണ പുത്രൻ എന്നൊക്കെ വിളിക്കുന്നൊരു ബിരുദം. നമ്മുടെ കുട്ടികളുടെ ഗ്രാജുവേഷൻ ഉണ്ടല്ലോ, ഇവിടെ ആ രീതി ഉണ്ടല്ലോ, 10 കഴിയുമ്പോൾ. നമ്മുടെ നാട്ടിൽ അങ്ങനെ സംഭവമൊന്നുമില്ല, ഹയർ സെക്കൻഡറിക്കൊക്കെ. അപ്പോൾ ഇവരൊരു പ്രാഥമിക പഠനം 12 വയസ്സ്, കാരണം 3-ാം വയസ്സിൽ കൊണ്ട് ചേർക്കും. 8-9 വർഷം ഇത് പഠിക്കുകയാണ്. 12 13 വയസ്സാട്ടോ. അതാ കർത്താവ് 12-ാം വയസ്സിൽ സംസാരിച്ചപ്പോഴാണ് ഇവർ ചോദിക്കുന്നത്, ഇവനീ ഞാൻ എവിടെ നിന്ന് കിട്ടിയെന്ന്, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാത്ത ആളിനെ. അപ്പോൾ ഈ 13 വയസ്സ് പയ്യന്, പെൺകുട്ടിക്ക് എത്ര വയസ്സ് കാണും? 8-9 വയസ്സൊക്കെ കാണും. ഈ പഠനം അങ്ങോട്ട് കഴിഞ്ഞാലുടൻ ഇവൻ്റെ കല്യാണം നിശ്ചയം. പയ്യൻ്റെ പ്രായം എത്ര? പെണ്ണിന് 8-9-10 വയസ്സൊക്കെ ഉള്ളൂ. നിശ്ചയത്തോട് ബന്ധപ്പെട്ട് മോതിര കൈമാറ്റമാണ് ആദ്യം നടക്കുന്നത്. അതായത് ഈ ആൺകുട്ടി അവൻ്റെ പേരോ കുടുംബപ്പേരോ കൊത്തി ഒരു മോതിരം ഈ പെൺകുട്ടിയിൽ അണിയിക്കും. പെൺകുട്ടി തിരിച്ചു. എന്നിട്ടൊരു ശിരോവസ്ത്രം അവളെ അണിയിക്കും. നിശ്ചയം കഴിഞ്ഞാൽ ജൂതൻ്റെ സംസ്കാരമനുസരിച്ച് കല്യാണം കഴിഞ്ഞ പോലെയാണ് ആളുകൾ കാണുന്നത്. വിവാഹം കഴിഞ്ഞു. പക്ഷേ യഥാർത്ഥ വിവാഹം കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. നിശ്ചയം കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷെ നാട്ടുകാർ ഇവരെ വിളിക്കുന്ന വേറൊരു പേരിലാണ്. നിശ്ചയം കഴിഞ്ഞ യുവാവിനെ പ്രിൻസ്, രാജകുമാരനെന്നും അല്ലെ രാജാവെന്നും, പെൺകുട്ടിയെ രാജ്ഞി അഥവാ രാജകുമാരി എന്നും വിളിക്കും. എത്ര ദരിദ്രാവസ്ഥയിലുള്ളവർ ഇങ്ങനെ വിളിക്കുന്നത്. ഇവരിവനെ 2 വഴിക്ക് പോവാം. മൊബൈൽ ഫോണോ ഇമെയിലോ ഒന്നുമില്ല, 2 വഴിക്ക് പോകുന്നു. പിന്നെ കാണുന്നുമില്ല. ഇവളീ ശിരോവസ്ത്രം ഇടണം. ശിരോവസ്ത്രം ഒരു സിമ്പലാണ് വിവാഹം കഴിഞ്ഞതിൻ്റെ. ഈ മോതിരവും ഇവൾ ഏതൊരു അന്യപുരുഷൻ്റെ സാമീപ്യത്തിലും ഈ മോതിരത്തിൽ ചുംബിക്കണം. ഇതൊരു തെളിവാണ് കൊടുക്കുന്നത്. എനിക്കൊരു ഹസ്ബൻഡുണ്ട്, ഇതിങ്ങനെ കൊടുക്കുക. ഇത് കുറേ നാൾ തുടരും. കല്യാണം പെട്ടെന്ന് നടക്കുകയില്ല. കല്യാണത്തിൻ്റെ തടസ്സം ഈ വരൻ്റെ പിതാവിനാണ് അതിൻ്റെ അധികാരം, എപ്പോൾ വേണം നടത്താൻ. അതിന് വരൻ്റെ പിതാവ് പറയുന്ന സമയത്താണ് നടക്കുന്നത്. മറ്റൊരാൾക്കും അതിലിടപെടാൻ വരന് പോലും പറ്റില്ല, ആർക്കും പറ്റില്ല. എന്താ തടസ്സം എന്നറിയണ്ടേ? ഈ നിശ്ചയിക്കപ്പെട്ട രാജാവ് അല്ലെങ്കിൽ രാജകുമാരൻ എന്ന് വിളിക്കുന്ന ഈ കുട്ടി തനിക്കും തൻ്റെ ഭാര്യയ്ക്കും ഒരുമിച്ച് പാർക്കാൻ ഒരു വീടുണ്ടാക്കണം.
വീടുണ്ടാക്കാൻ ശേഷിയില്ലാത്ത ഒരാൾ ഒരു മുറിയെങ്കിലും പിടിക്കണം. ആ മുറി എന്ന് പറഞ്ഞാൽ ചുമ്മാതെ എന്തെങ്കിലും കാണിച്ചു വെച്ചാൽ പോരാ, കാന്തയോടൊപ്പം ജീവിക്കാൻ പാകത്തിന് കൊള്ളാം, ഡെക്കറേറ്റ് ചെയ്യപ്പെട്ട എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു നല്ല വീട്. അപ്പോൾ ഈ വീട് പണി കഴിയാതെ കല്യാണമില്ല. 13 വയസ്സുള്ള പയ്യൻ എങ്ങനെയാണ് വീട് പണിയുന്നത്? പൈസ വേണ്ടേ? ചുരുക്കി പറഞ്ഞാൽ അവൻ അന്ന് മുതൽ ഒരു ജോലി തേടുകയാണ്. ചെറിയ ചെറിയ ജോലി ചെയ്യും. ആ കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി അതിഥി സൽക്കാരമാണ്. വീട്ടിൽ അത്യാവശ്യം ആഹാരപാനീയങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് വഴിയിലൂടെ പോകുന്ന മനുഷ്യരെ കണ്ടിട്ട് പറയും, അടിയൻ്റെ വീട്ടിലേക്ക് വരണമേ, അല്പം ആഹാരമൊക്കെ കഴിച്ച് പോകാം. ചിലരത് സ്വീകരിക്കും. ഇനി സ്വീകരിക്കാത്ത ജൂതന്മാരും ഇവന് ഒരു കോയിൻ കൊടുത്തിട്ടു, ഒരു നാണയം കൊടുക്കും, ഒന്നിലധികം കൊടുക്കും. ഇവനോട് ചോദിക്കും, നീ ഒരു രാജകുമാരനാണോ? അതിൻ്റെ അർത്ഥം വിവാഹ നിശ്ചയം കഴിഞ്ഞോ എന്നാണ്. അതെ. അപ്പോഴും അവൻ ചുംബിക്കും. അല്ലെ, അവൻ ഈ ചുംബിച്ച് കാണിച്ചാൽ മനസ്സിലാവും. ആരാണ് ആ ഭാഗ്യവതി? പേര് പറയും, ഗോത്രമൊക്കെ പറയുമ്പോൾ ചില പേര് റിലേറ്റീവൊക്കെ ആയിരിക്കും. അന്നേരം പറയും, യഹോവ അബ്രഹാമിനോട് കൂടെ സാറയെ അനുഗ്രഹിച്ചതുപോലെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞൊരു ആശീർവാദം പറയും. ചിലർ ഈ വീട്ടിൽ വരും, ഫുഡ് കഴിക്കും, ഒരു ഗിഫ്റ്റ് അവർക്ക് കൊടുക്കും. ചിലർക്ക് കൊടുക്കാൻ നിവൃത്തിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, അനുഗ്രഹിച്ചാൽ മതി. ഈ കിട്ടുന്ന പണം അതേ വഴി ഇവൻ അമ്മയുടെ അരികിൽ എത്തുമ്പോൾ അമ്മ പറയും, നിന്നെ കാത്ത് ഒരു പെൺകുട്ടി ഇരിക്കുന്നു, അവൾക്ക് വീട് പണിയണം, കൊണ്ട് അപ്പനെ ഏൽപ്പിക്ക്. അങ്ങനെ അപ്പൻ ഇതെല്ലാം വാങ്ങും. എത്ര ഈ കുട്ടി കൊടുത്തോ അതിൻ്റെ 10 മടങ്ങ് അപ്പനിടും. അങ്ങനെയാണ് ഈ ഭവനം പണി. ഇതാ കർത്താവ് പറഞ്ഞ, ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കുവാൻ പോകുന്നു. സ്പിരിച്വൽ അർത്ഥം, തീർന്നു കഴിഞ്ഞാൽ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. അപ്പോൾ അതിനാണ് പറയുന്നത്, ആ നാഴിക പിതാവല്ലാതെ പുത്രനും അറിയുന്നില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിതാവ് തൻ്റെ ആ പദ്ധതിയിൽ വെച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ലെന്ന്. പുത്രൻ തന്നെ മാറ്റി അവിടെ നിന്ന്, നിങ്ങൾക്കുള്ളതല്ല. അങ്ങനെ ആ സമയം വെച്ചിരിക്കുക. ഈ പെൺകുട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല. ഈ പെൺകുട്ടി ഒരു യഹൂദ യുവാവ് പണം സൂക്ഷിക്കാൻ പഠിക്കുന്ന എത്ര പ്രായം നിങ്ങൾ മനസ്സിലാക്കിയോ? ഫിനാൻസ് കൈകാര്യം ചെയ്യാൻ നമ്മളൊക്കെ പഠിക്കുന്ന എത്ര നാൾ കഴിഞ്ഞാൽ മരിക്കാറാകുന്ന ആഴ്ചയിലാണ് കാശ് കൈകാര്യം ചെയ്യില്ല, അബദ്ധമല്ല നമുക്ക് ഓർമ്മ വരുന്നത് ഇല്ലേ? പക്ഷെ ജൂതന്മാർ പഠിക്കുന്നുണ്ടോ? അവർ സമ്പന്നരായ രീതി കണ്ടോ? ഈ 13 വയസ്സ് മുതൽ പഠിക്കുകയാണ് പ്രായോഗികമായിട്ട്. ഈ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞില്ല. സാധാരണഗതിയിൽ കണക്കനുസരിച്ചൊരു ബുധനാഴ്ച രാത്രിയാണ് ഈ കല്യാണം നടക്കുന്നത്. അതിനൊക്കെ കാരണങ്ങളുണ്ട്, നേരമില്ല പറയാൻ. ആ കല്യാണം രാത്രിക്കാണ്. ഇവൾ എന്നിങ്ങനെ ഈ ശിരോവസ്ത്രം ഇട്ടു, നിശ്ചയം കഴിഞ്ഞോ അന്നു മുതൽ വീട്ടിൽ ഒരു അന്യ പെൺകുട്ടിയെ പോലെ കഴിയുന്നത്. നമുക്കറിയാമല്ലോ, ഈ പെൺകുട്ടികൾ വീട്ടിൽ വന്നാൽ ഈ പപ്പയോടുള്ള സ്നേഹം നിമിത്തം നമ്മുടെ കോട്ടെടുക്കുന്നു, പേനയെടുക്കുന്നു, ഇതൊക്കെ എടുക്കുമ്പോഴേക്ക് മറ്റൊരു കുട്ടി അതേ കയറി പിടിക്കുക, പറയില്ലോ പപ്പാടെയാണെന്ന് പിടിക്കില്ലേ. പക്ഷേ ഈ കൊച്ചു ഇനിയും ചെന്നിങ്ങനെ പിടിച്ചാൽ ഇളയ കൊച്ചു പറയും, അതൊന്നും എടുക്കണ്ട പപ്പാടെയാ, നിനക്കൊന്നും എടുക്കാൻ പറ്റില്ല. അവൾ എന്തേലും പിടിച്ചാൽ പറയും, നീ ഇതെല്ലാം തുടരുത്. ഈ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് പപ്പ വരുമ്പോൾ പറയും, എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറി കണ്ടോ, ഞാനത് എടുക്കാൻ ചെന്നപ്പോൾ എടുക്കണ്ടെന്ന് പറഞ്ഞു, പപ്പ പറ ഇതിനൊരു സമാധാനം. പപ്പ ആശ്വസിപ്പിച്ചിട്ട് പറയും, കുഞ്ഞേ അവൾ പറഞ്ഞതാ ശരി, നിന്നെ ഒരു പുരുഷന് കൊടുത്തതാ. ആ കുഞ്ഞനുഭവിക്കുന്ന വേദനയുടെ ആഴോർത്തി ഈ ലോകം നമ്മളെ പകയ്ക്കുന്നെങ്കിൽ ആശ്ചര്യപ്പെടരുതെന്ന്. നമ്മൾ എഴുത്തുകാരല്ല, മറ്റൊരുവനുള്ള അവൻ്റെ മുതലാണ് നമ്മൾ. ഇവൾ ആശ്വസിക്കുന്നതല്ല, ഈ മോതിരത്തിൽ ചുംബിച്ചാണ്. ആ സ്തോത്രം. അതാ ഉത്തമയത്തിലെ നായിക പറയുന്നത്, എന്നെ ഒരു മുദ്രമോതിരമായി നിൻ്റെ ഹൃദയത്തിൽ വെച്ച് കൊള്ളണമേ. എത്ര ആനന്ദമാണ് നമ്മൾ കർത്താവിൻ്റെ ഉള്ളിൽ നമ്മളെല്ലാം ഉണ്ടെന്ന്. ഒരു മുദ്രമോതിരം അണിയും പോലെ അവൻ്റെ ഉള്ളിൽ നമ്മളിന്നുണ്ടെന്ന്. ഈ ആത്മബന്ധം യേശുവിനോട് വേണം. ഇനി ഇവൾ പിന്നെ കൂടുന്നത് മുഴുവൻ ഇതുപോലുള്ള കൂട്ടുകാരോടാണ്. ഈ ശിരോവസ്ത്രം ഇട്ട് ഇവരൊരുമിച്ച് അവരാ ഈ 10 കന്യകമാർ എന്നൊക്കെ പറയില്ല, അത് 10 പേരും മണവാട്ടിയല്ല, എണ്ണ ആത്മാവും അല്ല അവിടെ. ഇതൊക്കെ എങ്ങനെയാണ് എണ്ണ ആത്മാവായെന്ന് എനിക്കൊരു പിടിയില്ല. എണ്ണ പോലും ഇത് അറിഞ്ഞിട്ടില്ല. ക്ഷമിക്കണം. ബോവസ് യേശുവിനെ കാണിക്കുന്നു,
രൂത്ത് സഭയെ കാണിക്കുന്നത് ബോസ് പറഞ്ഞിട്ടില്ല, രൂത്ത് പറഞ്ഞിട്ടില്ല, പൗലോസ് പറഞ്ഞിട്ടില്ല, പത്രോസ് പറഞ്ഞിട്ടില്ല, യേശു പറഞ്ഞിട്ടില്ല. ആകെപ്പാടെ നമ്മളിത് അറിഞ്ഞത് ഹൈസ്കൂളിൽ നിന്നാണ്. ഇനി എണ്ണ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇനി അതിനു പേര് നമ്മളൊരു പ്രശ്നം വേണ്ട. ഏതായാലും ഈ 10 പേരും കൂടെ ഭാര്യയാകുമോ? എൻ്റെ കാന്ത അനേകം തരുണികൾ സാമർഥ്യം കാണിച്ചിട്ടുണ്ട്, പക്ഷേ കാന്ത ഒരുത്തി മാത്രം. ഇവർ 10 പേരോടാണ് മണവാളനെ കാത്തിരിക്കുന്നത്. 10-15 കൊല്ലം മുമ്പ് മോതിരം ഇട്ടിട്ട് പോയ മനുഷ്യൻ വന്ന് കാണുമ്പോൾ അവൻ്റെ മുമ്പിൽ ഇപ്പോൾ അവരുടെ ശരീരപ്രകൃതി മാറിയിട്ടുണ്ട്, രൂപഭാവങ്ങൾ മാറിയിട്ടുണ്ട്. അവരുടെ സമാഗമമാണ്. അത്ഭുതപ്പെട്ടു പോകും. അത് കാണാൻ ആളുകൾ ഇങ്ങനെ ഇവരെല്ലാം കാത്തു നിൽക്കുമ്പോൾ അത്ഭുതകരമായ ചില സംഭവങ്ങളാണ്. ഈ പെൺകുട്ടി വീട്ടിൽ മടങ്ങിയെത്തിയാലുടൻ ചെയ്യേണ്ട ചില കാര്യമുണ്ട്. ഓരോ പ്രഭാതത്തിലും അമ്മ ഒരു ചിത്രത്തയ്യലുള്ള അങ്കി കട്ടിയിട്ട് പറയും, ഇന്ന് രാത്രിയാകും ചിലപ്പോൾ നിൻ്റെ കാന്തൻ വരിക, അല്ല ഈ ആഴ്ച വരും, ഒരുങ്ങിയിരുന്നോണമെന്ന്. ഇത് മാറ്റിവെച്ചിട്ട് ഇവൾ കുളിച്ച് ശുദ്ധയായി, നഖം വൃത്തിക്ക് മുറിച്ച്, മുടി ചീകി, പനിനീരുമൊക്കെ പൂശി എല്ലാം സുന്ദരിയായിട്ടിരിക്കും. ക്ഷമിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സുന്ദരിമാരാണ്. പക്ഷെ കാലിലെ നഖമൊക്കെ കണ്ടാൽ മഞ്ചട്ടിപ്പാമ്പ് തല്ലുകൊണ്ട് കിടക്കുന്ന പോലെ. ക്ഷമിക്കണം മക്കളെ, ഇവിടെ വന്ന് നിങ്ങളെല്ലാം വിമർശിക്കുകയല്ല. പക്ഷെ ജൂതൻ്റെ പെൺകുട്ടികൾ ശരീരത്തെ പരിഷ്കരിക്കാൻ ശ്രമിക്കുന്ന പ്രായം മനസ്സിലായോ? വീട്ടിൽ നിന്ന് കിട്ടുന്ന ഗൈഡൻസ്. ചില ആളുകൾ ശരീരം പരിഷ്കരിക്കും, വീടും പരിസരവും അങ്ങനെ ഇടില്ല. ഇവിടെയൊക്കെ നല്ല നിലയിലാണ് എല്ലാവരും കാണുന്നത് കേട്ടോ, സന്തോഷം. ഞാൻ തമാശ പറഞ്ഞാണ്. അപ്പോൾ വീടും പരിസരവും വൃത്തിക്കിടണം. ഉണക്കിയെടുത്ത പഴങ്ങളും മറ്റു ഫലവർഗ്ഗങ്ങളും ഒക്കെ ഇങ്ങനെ അലങ്കരിച്ച് വെക്കണം. മണവാളൻ്റെ വീട്ടുകാരെന്ന് വരും. പക്ഷെ ഓരോ ദിവസവും ഒക്കെ നിരാശയാണ്, കാത്തിരിക്കും, കാണുന്നില്ല. അപ്പോഴൊക്കെ അവൾ ഈ മോതിരത്തെ ചുംബിക്കുക. എത്ര തവണ ചുംബിക്കുമോ അതവിടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക. എപ്പോഴും സന്തോഷിപ്പിന്, ഇടവിടാതെ പ്രാർത്ഥിപ്പിനും. നമ്മുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നത് കാന്തനെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. നമ്മുടെ വിഷയം പറഞ്ഞിങ്ങനെ തീർക്കാം. പ്രിയരേ, ഇതൊക്കെ ആണെങ്കിലും വർഷങ്ങൾ നീണ്ട ഈ കാത്തിരിപ്പ് ചിലപ്പോൾ ഈ പെൺകുട്ടി മറ്റൊരു വിവാഹത്തിലോ വഴി തെറ്റാനോ ഒക്കെ നേരിയ ചാൻസ് ഉണ്ടല്ലോ. വീട്ടുകാർക്ക് ഉത്തരവാദിത്തമില്ല. നമ്മുടെ നാട്ടിലെ പോലെ അവിടെ ചെന്ന് അപ്പനോട് വഴക്കുണ്ടാക്കിയാൽ ചോദിക്കും, എടാ നിനക്ക് തന്ന പെണ്ണ, നീ എന്താ കൊണ്ടുപോഞ്ഞേ? ഞാൻ ഇത്ര നാളും പുലർത്തി, നീ എന്തേ കൊണ്ടുപോയില്ല? അപ്പോൾ കാന്തനും വീട്ടുകാർക്കും അപമാനം. അതുകൊണ്ട് ഭയങ്കര ശ്രദ്ധയാണ് ഇവർക്ക് ഈ പെൺകുട്ടിയെക്കുറിച്ച്. കാരണം കല്യാണം കഴിച്ച പോലെ സമാഗമം ഇവർ ഒരുമിച്ച് കൂടിയില്ലെന്നുള്ളൂ. അതാ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി നമ്മെ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുകയാണ്. നമ്മൾ അവൻ്റെ ഉടമസ്ഥതയിൽപ്പെട്ടതാണ്. ഹല്ലേലൂയ. ഇതാണെങ്കിലും ഈ വിവാഹം പരാജയപ്പെട്ടാൽ അത് കാന്തൻ്റെയും പിതാവിൻ്റെയും പരാജയമാണ്. അതുകൊണ്ടൊരു കാര്യം ഈ കാന്തൻ്റെ പിതാവ് സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയണ്ടേ? ഈ പെൺകുട്ടിയെ വാച്ച് ചെയ്യാൻ ചാർച്ചയിൽപ്പെട്ടൊരു കാര്യസ്ഥനെ അവിടെ ആക്കിയിട്ടാണ് പോയിരിക്കുന്നത്. അവിടെ തന്നെ ഉണ്ട് ആൾ. അവൾ ഇന്ന് വരെ ഈ മനുഷ്യനെ കണ്ടിട്ടില്ല. പക്ഷെ അവളെ അവൻ കാണുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ വരുമ്പോൾ ഈ കാര്യസ്ഥൻ പറയും, നല്ല കുട്ടിയാണ്. അവൾ എത്ര തവണ ആ മോതിരത്തിൽ നിന്ന് ചുംബിച്ചെന്നറിയോ? എത്ര തവണ നിൻ്റെ കാര്യം പറഞ്ഞെന്നറിയോ? കൂട്ടുകാരൊത്ത് പ്രിയൻ്റെ വിശേഷത പറഞ്ഞെന്നറിയോ? അപ്പോൾ കാര്യസ്ഥൻ പറയുന്നതാണ് കാന്തൻ്റെ ആ വിശ്വസനീയമായ വാക്ക്. ആ കാര്യസ്ഥൻ നമ്മിലൂടെ സംസാരിക്കുന്നതാണ് ആത്മനിറവിൻ്റെ ഭാഷ. അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നത് വിലക്കരുതെന്ന്. ഹല്ലേലൂയ. കാര്യസ്ഥൻ നമ്മുടെ ഉള്ളിൽ നമുക്ക് പറയേണ്ടത് കാന്തനോട് പറഞ്ഞുകൊണ്ടിരിക്കുക, പിതാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഈ പെൺകുട്ടിക്ക് ഒരു ആവശ്യം വരുമല്ലോ, വീട്ടിൽ ചോദിക്കത്തില്ല. പക്ഷെ കാര്യസ്ഥൻ വാച്ച് ചെയ്യും. ഇപ്പോൾ ആഗ്രഹിച്ചിരിക്കുന്ന പല കാര്യവും എങ്ങനെയാണെന്നറിയില്ല, ആ വീട്ടിലെത്തിച്ചേരും, കൃത്യം എത്തിക്കും. ഈ അനുഭവമുള്ള ദൈവമക്കൾ ഇവിടെ ഉണ്ട്. ദൈവം ഇടപെട്ട അഗോചര വഴികളുടെ ഒരു സാക്ഷ്യ പരമ്പരയുള്ളവരാണ് ഞാനും നിങ്ങളുമല്ല. നമ്മുടെ ദൈവം എത്ര നല്ലവൻ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് മറ്റൊരു കാര്യം കൂടെ, ഈ കാര്യസ്ഥൻ തള്ളിക്കളഞ്ഞാൽ പിന്നെ കല്യാണമില്ല.
മനസ്സിലായോ? പരിശുദ്ധാത്മാവിന് നേരെയുള്ള ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ലെന്ന്. സ്തോത്രം. ഞാനതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമെടുക്കുന്നില്ല, അവസാനിപ്പിക്കണം. ഇന്ന് പിരിയുമ്പോൾ ഓർക്കണം, ഇന്ന് കാന്തനായ ക്രിസ്തു അക്ഷരാർത്ഥത്തിൽ നമ്മുടെ കൂടെ ഇല്ല. നിരാശ വേണ്ട. പകരം നമ്മെ അണിയിച്ചൊരുക്കാൻ നമ്മുടെ കൂടെയുള്ള കാര്യസ്ഥനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. വഴിതെറ്റിയാൽ കാര്യസ്ഥൻ അടിക്കും, ശിക്ഷിക്കും, വഴക്ക് പറയും, കെയർ ചെയ്യും. ഞാൻ ആദ്യ ദിവസം പറഞ്ഞ പോലെ ത്രിയേകത്വം എൻജോയ് ചെയ്യണം. പിതാവായ ദൈവത്തോട് നമുക്ക് ബഹുമാനം, പുത്രനായ യേശുക്രിസ്തുവിനോട് നമുക്ക് ആലിംഗനബദ്ധമായ സ്നേഹബദ്ധമായ ആത്മബന്ധം. പ്രാണനാണ് അവിടുന്ന്. പരിശുദ്ധാത്മാവ് നമ്മുടെ മെൻറ്റർ. ആ ത്രിയേക ദൈവമാണ് നമ്മെ അവിടുത്തെ വരവിനായിട്ടൊരുക്കി. ഒരു ദിവസം നമ്മളൊരു ശബ്ദം കേൾക്കും, ഈ കാന്തൻ്റെ ആഗമനം. കാന്തൻ്റെ ആഗമനം കേൾക്കുമ്പോൾ വചനം പറയാണ്, മണവാളൻ മണവറ വിട്ട്, മണവാട്ടി ഉള്ളറ വിട്ട് പുറത്തു വരട്ടെ. 45 സങ്കീർത്തനത്തിൻ്റെ ഒക്കെ പശ്ചാത്തലം അതാണ്. അല്ലയോ കുമാരി, നോക്ക കേൾക്ക ചെവി ചായ്ക്ക, സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്ക, അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. ത്രിയേക ദൈവത്തെ അങ്ങനെ ആരാധിക്കാൻ, നമ്മുടെ കാന്തൻ്റെ വരവിന് വേണ്ടി ആവലോടെ കാത്തിരിക്കാൻ ഈ പഠനം കൂടുതൽ ഉന്മേഷദായകമാകട്ടെ, കൂടുതൽ ഫലപ്രദമാകട്ടെ. ഈ ശുശ്രൂഷയിലേക്ക് 4